ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതര പാർട്ടിക്കാരെ കോൺഗ്രസിലെത്തിക്കുന്ന തന്ത്രത്തെ വിസ്മയം എന്ന് പേരിട്ട് വിളിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. ഷൊർണൂർ മുൻ MLA പി കെ ശശി അടുത്ത വിസ്മയമാകുന്നു. പാർട്ടി നൽകിയ KTDC ചെയർമാൻ സ്ഥാനം ശശി ഇന്ന് രാജിവെച്ചിട്ടുണ്ട്. UDFന് കൈകൊടുക്കുമെന്ന് ശശി ഇതുവരെയും സമ്മതിച്ചിട്ടില്ല എങ്കിലും മിഷൻ ശശി തുടങ്ങിയ കാര്യം KPCC അധ്യക്ഷൻ തൊട്ടുള്ള നേതാക്കൾ പരസ്യമായി സമ്മതിക്കുന്നുണ്ട്. ശശിക്കായി ജയ് വിളിക്കുന്ന വിമത നേതാക്കൾ അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ട് നാളേറെയായി. എന്നാൽ ശശിയെ വിസ്മയമാക്കാനൊരുങ്ങുന്ന കോൺഗ്രസിന് പണ്ടു പറഞ്ഞ കാര്യങ്ങൾ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? പാർട്ടി അംഗം തന്നെ നൽകിയ പീഡന പരാതി പാർട്ടി കോടതി അന്വേഷിച്ച തീവ്രത ഇല്ലാത്തതെന്ന് വിധി കൽപ്പിച്ചപ്പോൾ നാടാകെ ആയുധമാക്കിയവരാണ് UDF നേതാക്കൾ. തങ്ങളുടെ പാർട്ടിക്കാർക്ക് നേരെ പരാതി വരുമ്പോഴെല്ലാം ശശിയോടുള്ള അന്നത്തെ പാർട്ടിക്കൂറായിരുന്നു UDFന്റെ ആയുധം. ആ ശശിയെ സ്ഥാനാർത്ഥി കുപ്പായമിട്ട് ആനയിക്കാനൊരുങ്ങുമ്പോൾ പഴയ ഓർമ്മകൾ UDFന്റെ ഉള്ളു പൊള്ളിക്കില്ലേ? ഇടതു കൂടാരം വിട്ട് PK ശശി പോയാലും മുൻപ് ഉശിരോടെ കാത്ത CPM ഇനി എന്തു പറഞ്ഞ് തള്ളിപ്പറയുമെന്ന ചോദ്യവുമുണ്ട്. തീവ്രതയുള്ള വിസ്മയമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും M ലിജു, CPMൽ നിന്നും VPP മുസ്തഫ, രാഷ്ട്രീയ നിരീക്ഷകൻ N ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ PT തുഫൈൽ എന്നിവരാണ്. ആദ്യം ഞാൻ കോൺഗ്രസ് നേതാവിലേക്ക് വന്നു. ശ്രീ M ലിജു, PK ശശി ഇപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. UDFിലേക്ക് അടുക്കുന്നു എന്നുള്ള സൂചനകൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ നേരത്തെ നൽകിയിട്ടുണ്ട്. അത് പാലക്കാട്ടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ചില പ്രതികരണങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. എന്താണ് കോൺഗ്രസിന്റെ പ്ലാൻ? നിലവിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീ PK ശശി KTDCയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹം CPMന്റെ പാർട്ടി അംഗമാണ്, ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് അറിയില്ല എന്നാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ CPMനുള്ളിൽ അസംതൃപ്തരായ നിരവധി നേതാക്കന്മാർ, CPMനകത്ത് മാത്രമല്ല LDFനുള്ളിൽ തന്നെ അസംതൃപ്തരായി നിൽക്കുന്ന വ്യത്യസ്തമായ താല്പര്യങ്ങളുള്ള നിരവധി ആളുകൾ UDF നേതൃത്വത്തെ ഇങ്ങോട്ടുള്ള പ്രവേശനത്തിനായി ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങൾ അതിൽ യുക്തമായ തീരുമാനങ്ങൾ യുക്തമായ സമയത്ത് സ്വീകരിച്ചിട്ടുണ്ട്, സ്വീകരിക്കുന്നുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ VSന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീ സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ വേദി വന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഐക്യജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ആശയങ്ങളുമായി യോജിക്കാൻ സാധിക്കുന്ന അത്തരം പശ്ചാത്തലം അല്ലെങ്കിൽ നല്ല ആളുകളെ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയിലും ഐക്യജനാധിപത്യ മുന്നണിയിലും സ്വീകരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ നയം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവട്ടെ, അപ്പോഴല്ലേ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുള്ളൂ. ലിജു, എവിടെന്നെങ്കിലും ഒരു നീക്കം ഉണ്ടാകാതെ ചർച്ച നടക്കില്ലല്ലോ. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും അത്തരം നീക്കം ഉണ്ടായിട്ടുണ്ടെന്നും ചർച്ച നടന്നിട്ടുണ്ട് എന്നുമുള്ള വാർത്തകളുണ്ട്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും ശശിയുമായി ചർച്ച നടത്തി, അല്ലെങ്കിൽ ശശി അവരെ കണ്ടു, ആരെ കണ്ടു എന്നുള്ളതല്ല, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്ത വരുന്നുണ്ട്. അതാരും തന്നെ നിഷേധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് 2 കൂട്ടർക്കും വിജയം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നുള്ളത് 2 കൂട്ടരെ സംബന്ധിച്ചും അത് ജീവൻ മരണ പോരാട്ടമാണ്. പക്ഷെ നിങ്ങളുടെ ക്രൈറ്റീരിയ എന്താണ്? ഇപ്പോൾ നിങ്ങൾ മുന്നണിയിലേക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് എടുക്കുമ്പോൾ അതിലൊരു ക്രൈറ്റീരിയ ഉണ്ടാകുമല്ലോ. നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും വിഴുങ്ങിയ ശേഷം എടുക്കുക എന്നൊരു സാഹചര്യം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ അതിനെ വിശദീകരിച്ച് മയപ്പെടുത്താൻ ശ്രമിക്കുമോ? രാഷ്ട്രീയത്തിൽ വിമർശനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന് അനുയോജ്യമായ നിലപാടുകൾ എല്ലാവരും സ്വീകരിക്കും. അതോടൊപ്പം തന്നെ എതിർ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ അപ്പുറത്തെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകൾ അല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെറ്റുകൾ വിമർശിക്കപ്പെടുക എന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ 2 മുന്നണിയിലും, കേരളത്തിലെ 2 മുന്നണികളെയും തമ്മിൽ വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ LDF മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണെന്ന് കേരള കോൺഗ്രസ് M. ശ്രീ KM മാണിയെ കോഴമാണി എന്ന് വിശേഷിപ്പിച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ ആളുകൾ ഒട്ടും ഒരു പ്രശ്നവുമില്ലാതെ തന്നെ അദ്ദേഹത്തെ LDFന്റെ ഭാഗമാക്കി. അദ്ദേഹം ഇന്നിപ്പോ ആ ഒരു പാർട്ടി ശ്രീ കോഴമാണി എന്ന് വിശേഷിപ്പിച്ച ആദരണീയനായ ശ്രീ മാണി സാറിന്റെ പുത്രൻ ഉൾപ്പെടെ ഇന്ന് LDFലെ ഘടകകക്ഷികളാണ്.
അതുപോലെ കോൺഗ്രസിന്റെ ഒരു ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നഖശികാന്തം എതിർത്ത ആളായിരുന്നു ശ്രീ എം വി രാഘവൻ. വലിയ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ തന്നെ കണ്ണൂർ ജില്ലയിൽ ശ്രീ എം വി രാഘവൻ നേതൃത്വം കൊടുത്ത കാലത്ത് CPM-മായി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് നിരവധി അക്രമങ്ങൾക്ക് നേതൃത്വം ആ കാലത്ത് കൊടുത്തിട്ടുള്ള ആളുമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി അദ്ദേഹത്തിന് അഭയം കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ശ്രീ എം വി രാഘവൻ ഐക്യജനാധിപത്യ മുന്നണി അഭയം കൊടുത്തു. അദ്ദേഹം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി. അതേ ശ്രീ എം വി രാഘവന്റെ പുത്രൻ ശ്രീ എം വി നികേഷ് കുമാർ ഇന്ന് LDF-ന്റെ ഭാഗമാണ്. ശ്രീ നികേഷ് കുമാറും ശ്രീ എം വി രാഘവനും ഒക്കെ തന്നെ താമസിച്ചിരുന്ന വീടിന് തീവെച്ച, അദ്ദേഹത്തെ ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച, അദ്ദേഹത്തിന്റെ സൃഷ്ടിയായ പറശ്ശിനിക്കടവിലെ സ്നേക് പാർക്കിന് തീയിട്ട, പിന്നെ അദ്ദേഹത്തിന്റെ സൃഷ്ടിയായ MVR മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പിടിച്ചെടുക്കപ്പെട്ട CPM-ലാണ് ഇന്ന് ശ്രീ എം വി നികേഷ് കുമാർ ഉള്ളത്. അപ്പൊ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇത്തരം മാറ്റങ്ങൾ എന്നത് അസ്വാഭാവികമായ കാര്യങ്ങളല്ല. അത് ഒരാൾ UDF-നെ സംബന്ധിച്ച് പറഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളാണെങ്കിലും ഞങ്ങളുടെ ആശയങ്ങളോട്, പ്രത്യേകിച്ച് മതേതരത്വത്തോടും ജനാധിപത്യത്തോടും പ്രതിബദ്ധത പുലർത്താം എന്ന ആശയപരമായ പ്രഖ്യാപനം നടത്തുന്നവർക്ക് അവർ ഈ പറഞ്ഞതുപോലെ ആരോപണങ്ങൾക്കപ്പുറത്ത് അധാർമികതയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ടവരോ മറ്റെന്നുള്ളവരോ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ മുന്നണിയുടെ ഭാഗമാവുന്നതിൽ തെറ്റില്ല. ഞങ്ങളതിനെ മുൻകാലങ്ങളിൽ അവരെ വിമർശിച്ചു എന്നതുകൊണ്ട് മാത്രം അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളും അവരും വിമർശിക്കപ്പെട്ടിട്ടുള്ള നിരവധി നേതാക്കന്മാർ പല പല കാലഘട്ടങ്ങളിൽ രണ്ട് മുന്നണികളുടെയും ഭാഗമായിട്ടുണ്ട്. ശരി, ഇപ്പോൾ നമുക്ക് PK ശശിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങൾ തീർച്ചയായിട്ടും അത് CPM പ്രതിനിധി ശ്രീ VPP മുസ്തഫയ്ക്ക് മറുപടി പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അങ്ങ് ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നങ്ങ് പറഞ്ഞല്ലോ. ശിക്ഷിക്കപ്പെടാൻ നിയമ സംവിധാനത്തിന് വിട്ടുകൊടുക്കാതെ പാർട്ടി കോടതിയിൽ പരിഹരിച്ചു എന്നുള്ള വിഷയം നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടിയിലെ ഒരു സഹപ്രവർത്തക തന്നെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം ഏത് വിഷയമെടുക്കുമ്പോഴും, അല്ലെങ്കിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന വിഷയം, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ പീഡിപ്പിച്ച വിഷയമൊക്കെ വരുന്ന ഘട്ടങ്ങളിൽ എല്ലാ സമയത്തും നിങ്ങൾ എടുക്കുന്ന ഒരു ആയുധമായിരുന്നു അത്. അതിനി ആ ആയുധം ഇല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ ആയുധം ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാകുമ്പോൾ നിങ്ങൾക്കത് വിശദീകരിക്കേണ്ടി വരുമല്ലോ. ആത്യന്തികമായി നിലപാട് എന്നൊന്നുണ്ടല്ലോ. ഇന്നത്തെ രാഷ്ട്രീയം, ഇന്നത്തെ സാഹചര്യം, ഇന്നത്തെ നേട്ടം എന്നതിൽ അപ്പുറം നിലപാടെന്നൊന്നുണ്ടല്ലോ ലിജു. അല്ല, ശ്രീ PK ശശിയെ സംബന്ധിച്ച് പറഞ്ഞ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ നമുക്കറിയാം അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഉയർന്നു വന്നതായി വാർത്തകൾ ഉയർന്നു വന്നു. ആ പരാതിയിൽ CPM-ന്റെ പാർട്ടി കമ്മിറ്റി അന്വേഷിച്ചു. അതിന്റെ അന്വേഷണ റിപ്പോർട്ട് നമ്മളാരും കണ്ടിട്ടുള്ളതല്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള പീഡനം തീവ്രതയുള്ള പീഡനമല്ല, അതൊരു നെഗ്ലിജിബിൾ ഒഫൻസ് ആണ് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയുണ്ടായില്ല. അദ്ദേഹം CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായി തുടർന്നു. ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ KTDC-യുടെ ചെയർമാനായി മാറി. ഞങ്ങളുടെ വിമർശനം എന്നത് ഇതാണ്: ഇത്തരത്തിലൊരു പീഡനം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത്തരം പരാതികൾ, ഇപ്പൊ ലൈംഗിക പീഡന സ്വഭാവമുള്ള ഒന്നാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസിനാണ് കൈമാറേണ്ടത്. പോലീസാണ് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത്. പോലീസ് അന്വേഷിച്ച് അതിൽ കുറ്റക്കാരാണോ അല്ലയോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് സ്വാഭാവികമായ നീതി. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് ഞങ്ങൾ ശക്തമായി വിമർശിച്ചത്. നിങ്ങളെ പാർട്ടിക്കുള്ളിൽ ഒരു നടപടി, ഒരു പരാതി ഉണ്ടായാൽ ആ പരാതി തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ ഒരു സിസ്റ്റം അല്ല അന്വേഷിക്കേണ്ടത്, പുറത്തെ സംവിധാനമാണെന്നാണ്. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയിലെ ശ്രീ രാഹുൽ മാങ്കുട്ട MLA-ക്കെതിരെ ഒരു പരാതി ഉയർന്നു വന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ KPC പ്രസിഡന്റ് ഒരു പരാതി വന്നു. ഞങ്ങളത് പോലീസിന് കൈമാറി. പോലീസ് അന്വേഷണം നടന്നു. അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ നടപടി സ്വീകരിച്ചു. ഇവിടെ ആ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറഞ്ഞ പ്രോസസ്സിനെ ഞങ്ങൾ അങ്ങേറ്റം വിമർശിച്ചു എന്നത് ഞങ്ങൾ ഇപ്പോഴും അതിന്റെ നിലപാടതാണ്. ഇപ്പോഴും കോൺഗ്രസിന് ആ നിലപാടിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്നത് തീർച്ചയായിട്ടും അത് നമ്മളൊരു ഒരു ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ, അല്ലെന്നുണ്ടെങ്കിൽ നിയമ സംവിധാനത്തിലേക്ക് എത്തണം. ഇപ്പോ നമുക്കറിയാം അത്ര ഒരു കംപ്ലൈനന്റ് ഉണ്ട്. ആ കംപ്ലൈനന്റിന്റെ പരാതി പാർട്ടി അന്വേഷിച്ച് ഇത്തരം റിപ്പോർട്ട് ഉണ്ടാക്കി. പക്ഷെ അതിൽ ആ ഒരു പരാതിക്കാരന് അല്ലെ പരാതിക്കാരിക്ക് അതിൽ തൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞങ്ങളെ തന്നെ സമീപിക്കാം. ഐക്യജനാധിപത്യ മുന്നണിയെ സമീപിച്ചതിന് ശേഷം ഇത് ശരിയല്ല, എന്നെ നിയമപരമായി സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹായിക്കുമായിരുന്നു.
രണ്ട്, അല്ലാതെങ്കിൽ നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് നിയമ സംവിധാന പ്രകാരം ഇത്തരം ഒരു പരാതി പോലീസ് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. ആ കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് നടപടികൾ ഉണ്ടാകുന്ന നിരവധി സംഭവ വികാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം നിലവിൽ ഇപ്പോൾ നിയമപരമായി അദ്ദേഹം കുറ്റക്കാരനല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അന്ന് പരാതി ഉയർന്നു വന്നപ്പോൾ എടുത്ത നടപടി അത് ശരിയായില്ല എന്നുള്ള കോൺഗ്രസ് നിലപാട് മാറേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. പക്ഷെ അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞതുപോലെയാണ്. അത് നിയമ സംവിധാനം കുറ്റക്കാരനായി വിധിക്കണം, അല്ലെങ്കിൽ അത് പോലീസ് സംവിധാനം അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തണം, അതല്ലെങ്കിൽ അതിലെ പരാതിക്കാരിക്ക് മറ്റൊരു ഓപ്ഷൻ സ്വീകരിച്ച് കോടതി മുഖാന്തരം പോകണമായിരുന്നു. ഇതില്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് മുൻവിധിയോടെ സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇത് അദ്ദേഹം കോൺഗ്രസിൽ വരുമെന്നോ നാളെ ഇനി CPM തുടരുമെന്നോ എന്നീ രണ്ട് സാഹചര്യങ്ങളും കണക്കിലെടുത്താലും, നാളെ ഇപ്പൊ CPM തുടർന്നാലും ഈ പറഞ്ഞ വസ്തുത എന്റെ അഭിപ്രായം ഇങ്ങനെ തന്നെയാണ്. അന്നത്തെ എടുത്ത നടപടി തെറ്റായിരുന്നു. അങ്ങനെ ഒരു ഇന്റേണൽ ഏജൻസി അന്വേഷിച്ചിട്ട് കുറ്റമുക്തമാക്കേണ്ട ഒരു സംവിധാനമല്ല ഉണ്ടാവേണ്ടത്, പോലീസ് അന്വേഷിക്കണമായിരുന്നു. ഇനി അദ്ദേഹം നാളെ CPM തുറന്നാലും എന്റെ അഭിപ്രായം അതാണ്, നാളെ കോൺഗ്രസിൽ വന്നാലും എന്റെ അഭിപ്രായം ഇതാണ് ഈ കാര്യത്തിൽ എനിക്കുള്ള കൃത്യമായ നിലപാട്. ശരി, ശ്രീ VPP മുസ്തഫ, ഇപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം ശശി രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്നും രാജിവെക്കുക എന്നൊരു നടപടിയില്ലല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കലാണ്, അല്ലെങ്കിൽ പാർട്ടിയിൽ അംഗത്വം പുതുക്കാതിരിക്കുകയാണ് പാർട്ടിയുടെ ഒരു രീതി. അപ്പോൾ നാളെ പാർട്ടിയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ നാളെ UDF-ലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ, നാളെയുടെ കാര്യം നാളെയാണല്ലോ തീരുമാനിക്കുക എന്ന് വാക്ക് പറയുകയും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്നുള്ള ചോദ്യങ്ങളോട് പൂർണ്ണമായും അദ്ദേഹം നിഷേധിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ശ്രീ VPP മുസ്തഫ, PK ശശിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലപാടെന്താണ്? ഇപ്പോൾ രാജിവെക്കുമ്പോൾ എന്തിന് രാജിവെച്ചു എന്നുള്ള കാര്യം വിശദീകരിക്കപ്പെടണമല്ലോ. നേതാക്കൾ ആരും തന്നെ അത് പറഞ്ഞിട്ടില്ല. തന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ എന്ന് മാത്രമാണ് പറയുന്നത്. MV ഗോവിന്ദന്റെ ജാഥയിൽ പങ്കെടുത്തിട്ടില്ല, MV ഗോവിന്ദനെയും VD സതീശിനെയും ജാഥയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്നൊരു വിചിത്രമായ മറുപടിയും അദ്ദേഹം പറഞ്ഞു പാർട്ടിയിലിരുന്നു കൊണ്ട്. നേരത്തെ പാലക്കാട്ടെ പാർട്ടിയിലുള്ള സംഘടനാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ യാത്രയുടെ വേളയിൽ CPIM LDF സംഘടിപ്പിച്ച ജാഥയുടെ വേളയിൽ പാലക്കാട് വെച്ച് ജാഥ ലീഡർ കൂടിയായ CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷോട് ചോദ്യമുണ്ടായിരുന്നത് സ്മൃതി ഓർക്കുമല്ലോ. ഗോവിന്ദൻ മാഷ് പറഞ്ഞല്ലോ, പാലക്കാട്ടെ പാർട്ടിയിൽ ചില സംഘടനാ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണല്ലോ PK ശശിക്കെതിരെ നടപടി വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. PK ശശിക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗമായിരുന്ന സഖാവിനെ താഴെ പാർട്ടി ബ്രാഞ്ചിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ട് അവിടെ. അപ്പോൾ ആ പ്രശ്നങ്ങളില്ല എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത്തരം ചില വിഷയങ്ങൾ അവിടെ ഉണ്ട്. PK ശശിക്കെതിരെ പാർട്ടിയിൽ ചില പരാതികൾ ഉണ്ടായിട്ടുണ്ട്, അനുസരിച്ചിട്ടുള്ള നടപടികൾ പാർട്ടിക്ക് കൈക്കൊള്ളേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതൊരു കാര്യം. സ്വാഭാവികമായിട്ടും അതിനുള്ള അസംതൃപ്തി ചിലപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടായേക്കാം. അപ്പൊ അത് ഫോൺ ഒന്ന് ആരുടെയെങ്കിലും ശബ്ദിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. പറഞ്ഞോളൂ. അപ്പോൾ അവിടെ പിന്നെ ഈ പറഞ്ഞ വിധത്തിൽ ഉള്ള സംഘടനാപരമായ നടപടികൾ അദ്ദേഹത്തിൽ അസംതൃപ്തി ഉണ്ടാക്കിയിരിക്കാം. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ചില നിലപാടുകളെ സ്വാധീനം. പക്ഷെ അത് നടപടി ഇന്നുണ്ടായതല്ലോ ശ്രീ VPP മുസ്തഫ, കുറച്ചായി നടപടിയൊക്കെ വന്നിട്ട്. ആ നടപടി ഇപ്പോഴല്ലോ. അതെ, അല്ല, പക്ഷേ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ സ്മൃതി ഇവിടെ ജീവിക്കുന്ന ഒരാളാണല്ലോ. CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, MLA തുടങ്ങിയ ഉയർന്ന പദവിയിലുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ബ്രാഞ്ചിൽ പോയിട്ട് പ്രവർത്തിക്കേണ്ടി വരികയാണ്. അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ഒരു മാനസിക അസ്വസ്ഥത, നടപടിയുടെ മാത്രമല്ലോ, അദ്ദേഹം ഇപ്പോഴും ബ്രാഞ്ചിൽ തുടരേണ്ടി വരികയല്ലേ. അതുണ്ടാക്കുന്ന ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടാകും, വ്യക്തിപരമായ പ്രയാസങ്ങൾ ഉണ്ടാകും. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വർത്തമാനങ്ങളിലും ചില പെരുമാറ്റങ്ങളിലും പ്രകടമാകുന്നുണ്ടാകും. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താ? ഞാനിപ്പോഴും CPM-ന്റെ ഭാഗമാണ്, CITU-വിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ മാസമാണ് CITU-വിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം വിശാഖപട്ടണത്ത് വെച്ച് നടന്നത്. അവിടെ ഞാൻ പ്രതിനിധിയായിരുന്നു, PK ശശിയും പ്രതിനിധിയായിരുന്നു. ഞങ്ങളെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ 4 ദിവസം ആ സമ്മേളനത്തിൻ്റെ എല്ലാ നടപടികളിലും അദ്ദേഹം പൂർണ്ണമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസം മുമ്പാണ് ആ സമ്മേളനം നടന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോഴും CPM-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അക്കാര്യം അദ്ദേഹം അടിവരയിട്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് PK ശശി പാർട്ടി മാറുന്നു എന്നേ ഒരു തോന്നൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹം ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റങ്ങളിലോ, ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ചില വർത്തമാനങ്ങളിലോ പാർട്ടിക്കകത്ത് നടപടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടാകുന്ന വ്യക്തിപരമായ പ്രയാസം ചിലപ്പോൾ പ്രകടമാകുന്നുണ്ടാകാം. അതല്ലാതെ അദ്ദേഹം ഇപ്പോഴും CPM-ന്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഭാഗമായിട്ട് തുടരുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചർച്ചകൾ? അവിടെയാണ് സ്മൃതി ഞങ്ങൾക്കുള്ള വിമർശനം. ഇന്നിപ്പോൾ രാവിലെ തൊട്ട് CPIM-നെതിരായിട്ടുള്ള വാർത്തകളുടെ ഒരു പരമ്പര. രാവിലെ വന്നത് എന്താ?
CPIM-ന്റെ സൈബർ വിങ്ങിൽ പൊട്ടിത്തെറി, 5 പേർക്ക് പരിക്ക്. ഇപ്പൊ വൈകുന്നേരം എത്തിയപ്പോൾ PK ശശി പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്നുള്ള നിലയിലേക്ക്. ഇവിടെയാണ് ഞങ്ങൾ കാലമായിട്ട് പറയുന്ന വിമർശനത്തിന്റെ വസ്തുത തെളിയിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുമ്പോൾ CPM-ൽ വലിയ ആഭ്യന്തര കുഴപ്പങ്ങളാണ്, ഇടതുപക്ഷം വലിയ പ്രശ്നത്തിലാണ്. അത് അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തുടർച്ചയായി ഇത്തരം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ശ്രീ വി പി മുസ്തഫ, പാലക്കാട് പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പാലക്കാട് CPM വിമതർ എന്നൊരു വിഭാഗം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ ഈ കൊഴിഞ്ഞാമ്പാറയിൽ പഞ്ചായത്ത് ഭരണം CPM വിമതർ പിടിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ CPM വിമതർ എന്ന് പറയുന്നവർ PK ശശിയുമായി അടുത്ത് നിൽക്കുന്നവരാണെന്ന വാർത്തകളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും, ഇത് UDF-ന് അനുകൂലമാക്കാമെന്നുള്ള ആലോചന മറുവശത്തുമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങ് എത്ര പറഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങൾ പാർട്ടിയിൽ പലയിടത്തുമുണ്ട്, പാലക്കാടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്, അങ്ങേക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ നിഷേധിച്ചോ? ഞാൻ തന്നെയല്ലേ പറഞ്ഞത്. ഇവിടെ ഗോവിന്ദൻ മാഷ് വാർത്താ മാധ്യമങ്ങളോട് പാലക്കാട് വെച്ച് പറഞ്ഞ കാര്യം കോട്ട് ചെയ്തുകൊണ്ട് സ്മൃതി ഞാൻ തന്നെയല്ലേ പറഞ്ഞത് പാലക്കാട്ടെ CPM-ൽ പ്രശ്നമുണ്ട് എന്ന്. അല്ല, അങ്ങല്ലേ അവസാനം പറഞ്ഞത് പാർട്ടിയിലാകെ പ്രശ്നമെന്ന് മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നു എന്ന്, പാർട്ടിയിൽ കുഴപ്പങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് ഉണ്ടായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. താങ്കൾ ഈ ഇടയ്ക്ക് കയറിയിട്ട് ഇങ്ങനെ കുത്തുന്നതുകൊണ്ട് CPM പ്രതിനിധികൾ പറയുന്നതിനോട് സഹിഷ്ണുതയോടെ കേൾക്കാനുള്ള ഒരു വാസന ഉണ്ടാവുന്നില്ലല്ലോ, അതിന്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് എന്താ, CPM ആകെ ആഭ്യന്തര കുഴപ്പത്തിലാണ്, ഇടതുപക്ഷം വലിയ പ്രതിസന്ധിയിലാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങളുടെ പാർട്ടിയിലൊന്നും പ്രശ്നമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ്. മുസ്തഫ, ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒന്ന് പറയാമോ? ഇന്ന് നിങ്ങൾ ഉൾപ്പെടെ കൊടുത്തില്ലേ ഒരു വാർത്ത? എന്താണ്? CPM-ന്റെ സൈബർ വിങ്ങിൽ പൊട്ടിത്തെറി. എന്താ വിഷയം? എവിടെയാ ഉള്ളത്? പറഞ്ഞോളൂ, എവിടെയാ എന്നാ നിങ്ങൾ പറ, എന്നിട്ട് ഞാൻ പറയാം. എവിടെയാണ് CPM-ന്റെ സൈബർ വിങ്ങിൽ? ഒന്നാമത് അല്ല, നിങ്ങൾ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഒന്നാമത് അങ്ങനെ ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ 2 ദേശാഭിമാനിയിലെ മുതിർന്ന ജേർണലിസ്റ്റുകൾ അതിൽ നിന്നും രാജിവെച്ചു എന്നുള്ള വാർത്തയുണ്ട്. അതിനെ ആയിരിക്കാം പൊട്ടിത്തെറി എന്ന് പറയുന്നത്. അത് പൊട്ടിത്തെറി എന്ന വാക്കാണോ അങ്ങേക്ക് ബുദ്ധിമുട്ടായത്, അത് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണോ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്? ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ, ഈ വാർത്ത കൊടുത്ത ആ പ്രാധാന്യത്തിൽ എന്തുകൊണ്ട് അവരുടെ നിഷേധക്കുറിപ്പ് കൊടുക്കുന്നില്ല? ES സുഭാഷും KV സുധാകരനും എല്ലാം മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ നീട്ടിപ്പിടിക്കുന്ന മൈക്കിലൂടെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇപ്പോഴും CPM-ലാണ്, പാർട്ടി ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്, ഞങ്ങൾ ദേശാഭിമാനിയിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ്, പാർട്ടി പ്രവർത്തകർ എന്നുള്ള CPM-ൽ നിന്ന് ഇവരൊക്കെ പോയി എന്ന് എവിടെയെങ്കിലും വാർത്ത പോയോ? അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞത് അവരിന്ന് മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവനയാണ്. പക്ഷെ ആ പ്രസ്താവന എന്തുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ CPM-നെതിരെ കൊടുത്ത വാർത്തയുടെ അതേ പ്രാധാന്യത്തിലോ അത്രയും തന്നെ പ്രസക്തിയിലോ അത് കൊടുക്കുന്നില്ല. അത് ഒരു മാധ്യമവും അത് കാണിക്കുന്നില്ല. അവരുടെ നിഷേധ പ്രസ്താവന കാണിക്കുന്നില്ല. ഇത് തന്നെയല്ലേ PK ശശിയും പറഞ്ഞിരിക്കുന്നത്. PK ശശി തുറന്നു പറയുന്നു, ഞാൻ ഇപ്പോഴും CPM-ലാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് അത് കൊടുത്തിട്ടല്ലേ നമ്മൾ ചർച്ച തുടങ്ങിയത്. എല്ലാ പ്രതികരണങ്ങളും കൊടുക്കും. ഒരു വാർത്ത വരും, ആ വാർത്തയെ നിഷേധിച്ചുകൊണ്ട് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങളും കൊടുക്കും. അതുകൊണ്ട് ആ വാർത്ത ഇല്ലാതാകുന്നില്ല. വാർത്ത അവിടെയുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ വാർത്ത കൊടുത്തത്. ഒന്നാമത് ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ തർക്കത്തിലേക്കില്ല. ഞാൻ അടുത്ത ആളിലേക്ക് പോകുന്നു. ശ്രീകുമാർ, ഇപ്പോൾ PK ശശി UDF-ലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത അദ്ദേഹം ഇപ്പോൾ നിഷേധിക്കുന്നുണ്ട്. കോൺഗ്രസിലേക്ക് എന്നുള്ള അദ്ദേഹം പൂർണ്ണമായും തള്ളുന്നുണ്ട്. പക്ഷേ അതല്ല, ഒരു അസോസിയേറ്റ് അംഗമായി എത്താനുള്ള സാധ്യത ആ വാചകങ്ങളിൽ നിന്ന് എടുത്ത് വായിക്കാൻ പറ്റുമോ? ഇപ്പോൾ ചില പാർട്ടികൾ ആ രൂപത്തിൽ നിൽക്കുന്നുണ്ടല്ലോ. PV അൻവർ ഇനി അസോസിയേറ്റ് ആകാൻ പോവുകയാണ്. ഇപ്പോൾ KK രമയുടെ RMP ആ രൂപത്തിലാണ് നിൽക്കുന്നത്. ആ രൂപത്തിൽ ഈ വിമതരെയെല്ലാം ചേർത്തുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ച്, ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് അസോസിയേറ്റ് ആയി നിൽക്കാനുള്ള സാധ്യത, അങ്ങനെയെങ്കിൽ അവിടെ ഒരു സ്ഥാനാർത്ഥിത്വം കൂടി ഒറ്റപ്പാലത്ത്, അതിനുള്ള സാധ്യതയാണോ ഉള്ളത്?
നോക്കൂ ശ്രീമതി സ്മൃതി, ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ കേരളം ഒട്ടാകെ അലയടിച്ച് നിൽക്കുന്നൊരു സാഹചര്യത്തിൽ 10 വർഷം ഭരിച്ച ഒരു പാർട്ടിയിൽ ഭരണം പോകുന്ന ഒരു ശങ്ക വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൽ പാർട്ടിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ വ്യക്തികളെ കുറ്റം പറയാനോ നമുക്ക് സാധിക്കില്ല. ഇവിടെ ശ്രീ വി.ഡി. സതീശൻ വിസ്മയം എന്നൊരു വാക്ക് ഉപയോഗിച്ചപ്പോൾ അന്ന് അതിനെ പരിഹസിച്ചവരാണ് കേരളത്തിലെ CPI നേതൃത്വം. എന്നിട്ട് ആ വിസ്മയം അവർ പറയാൻ തുടങ്ങി അത് ഭരണമാറ്റമല്ല, ഭരണ തുടർച്ചയാണെന്ന്. പക്ഷേ ആ വിസ്മയം എന്ന വാക്ക് അവരെ വല്ലാതെ അവരിൽ വല്ലാതെ കൊണ്ടു എന്ന് വ്യക്തമാണ്. അപ്പോൾ പ്രത്യക്ഷമായ ഒരു വിസ്മയമുണ്ട്, പരോക്ഷമായ വിസ്മയമുണ്ട്, അദൃശ്യമായ വിസ്മയമുണ്ട്. എന്താ പ്രത്യക്ഷമായ വിസ്മയം എന്ന് വെച്ചാൽ ഈ ആയിഷ പോറ്റി വന്നതും അതുപോലെ CPM-ലെ പലരും രാജിവെച്ച് UDF-നോട് സഹകരിക്കുന്നതും അച്യുതാനന്ദൻ്റെ PA ഉൾപ്പെടെ സുരേഷ് ഉൾപ്പെടെ അതിനുശേഷം ഇപ്പോൾ PK ശശിയുടെ നിലപാടുകൾ, ഇതൊക്കെയാണ് പ്രത്യക്ഷമായിട്ടുള്ളത്. പരോക്ഷമായിട്ടുള്ളത് നമ്മുടെ K സച്ചിദാനന്ദനെ പോലുള്ള സാറാ ജോസഫിനെ പോലുള്ള സാഹിതി സേവകരെ ഈ ഭരണം ഇനി തുടരുന്നത് തെറ്റാകും എന്ന് പറഞ്ഞത്. അദൃശ്യമെന്ന് പറയാവുന്നത് പഴയ കാലത്ത് VS ഗ്രൂപ്പിനോട് ഉള്ള എന്നാൽ ഇപ്പോഴത്തെ പിണറായി ഗ്രൂപ്പിൻ്റെ ഭരണത്തോടുള്ള അതൃപ്തിയുള്ളവർ അവരുടെ നിലപാടുകൾ ഏത് കാലത്താണ് വോട്ടെടുപ്പിൽ പ്രതിഫലിപ്പിക്കുമോ എന്നുള്ള ഒരു നമ്മുടെ ഇടയിലൊക്കെ ഉള്ള ഒരു ചിന്ത. ഇങ്ങനെ വരുമ്പോഴാണ് ഇന്ന് ശ്രീ PK ശശി KTDC ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചത്. അതൊപ്പം തന്നെ ഇന്നൊരു വാർത്ത വന്നത് CPM-ൻ്റെ സൈബർ വിങ്ങിലെ പത്രപ്രവർത്തകരായ 3 സുഹൃത്തുക്കൾ, എൻ്റെ സുഹൃത്തുക്കളാണ് ആ 3 പേരും, അവരെ രാജിവെച്ചു. കാരണം അത് MV നികേഷ് കുമാറുമായിട്ടുള്ള ഭിന്നതയുടെ പേരിലാണെന്ന്. അപ്പം നമ്മൾ ഈ പത്രവും ചാനലും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്നവർക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്താ, കുറച്ച് ദിവസമായിട്ട് CPM-ൻ്റെ സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം അവർക്ക് വിനയായി മാറുന്നു. കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടി അവരെന്തൊക്കെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതെല്ലാം അവർക്ക് ദോഷകരമായി മാറുന്നു. ഇത്തരമൊരവസ്ഥയിൽ കൃത്യമായി പത്രപ്രവർത്തനം നടത്തിയവർ ഒരുപക്ഷെ അതിനോട് സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കാണും. ഞാൻ ഈ 3 പേരുടെ രാജിയെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ അവർ രാജിവെച്ചു എന്ന് എല്ലാ ചാനലുകളും ഒരേ സമയത്ത് ഒരേപോലെ പറയണമെങ്കിൽ അതെന്തായാലും പുറത്തു വന്നൊരു വാർത്തയാണല്ലോ. ആ വാർത്ത അവർ നിഷേധിച്ചു എന്ന് ശ്രീ മുസ്തഫ പറയുന്നുണ്ട്. ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അവരോട് ഒരുപക്ഷെ ഒഴിയാൻ പറഞ്ഞത് CPM നേതൃത്വമായിരിക്കും, അതായത് മുഖ്യമന്ത്രിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് ഒരു സംഘത്തിലൊരു എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൂത്രപ്പണിയാണിത്. കാരണം 3 പേരോട് ഒഴിയാൻ പറയുക, അപ്പോൾ അവർ ഒഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആരെയെങ്കിലും അഴിച്ചു പണിയണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും, ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാണ്ടൊന്നും ഈ 3 സുഹൃത്തുക്കളും അതിൽ നിന്ന് മാറി നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർ 3 പേരും, സുഭാഷ് ആണെങ്കിലും അതുപോലെ മോഹനാണെങ്കിലും സുധാകരനാണെങ്കിലും കറകളങ്ക പാർട്ടിക്കാരാണ്. അവരുടെയൊക്കെ പാർട്ടിയിലത്തെ രാഷ്ട്രീയ വിഭാഗവും വിഭാഗീയതയും ഒക്കെ നമുക്ക് അറിയുന്നതുമാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, സ്മൃതി ചോദിച്ച PK ശശി ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നാളെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൽ ഒരു വീക്ഷണ ചാഞ്ചല്യം, അവസരവാദം ഞാൻ പറയില്ല, ഒരു വീക്ഷണ ചാഞ്ചല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ശ്രീ ലിജു പറഞ്ഞ പോലെ അദ്ദേഹത്തെ പാർട്ടി ഒരു വിഷയം വന്നപ്പോൾ സംരക്ഷിച്ച് നിർത്തി. ശശിയെ അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആക്ഷേപം വന്നപ്പോൾ പാർട്ടി സംരക്ഷിച്ച് നിർത്തി. ആ സംരക്ഷിച്ച് നിർത്തിയ പാർട്ടിയോട് എന്തുകൊണ്ട് ശശി കുറേ കാലമായിട്ട് വിഘടിച്ച് നിൽക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ചോദ്യം ഉണ്ടാകണമെങ്കിൽ അത് വലിയൊരു ഗുരുതരമായ പ്രശ്നങ്ങൾ ആ പാർട്ടിയിൽ ഉണ്ടാകണം. ആശയപരമായോ അല്ലെങ്കിൽ നേതൃപരമായോ ഭിന്നതകൾ ഉണ്ടാകണം. പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ശ്രീ ശശിയും തമ്മിലുള്ള ഫേസ്ബുക്ക് യുദ്ധം നമുക്കറിയാമല്ലോ. കുറച്ച് 2-3 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുമാത്രമല്ല, അതിനുശേഷം മണ്ണാർക്കാടുണ്ടായ സംഭവവും അതിനു മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം 2024 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ CPM-ൽ നടന്നിട്ടുള്ള ഏരിയ ലഹളകൾ. അങ്ങനെയാ പറയുക, ഏരിയ ലഹളകൾ. പാർട്ടിയിലെ കരുനാഗപ്പള്ളിയിലെ പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. മാർച്ച് നടത്തിയ സഖാക്കളെ, നേതാക്കളെ പോലീസ് തടയുന്നു. ഏത് പോലീസ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പോലീസ് തടയുന്നു. അതുപോലെ കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ കൊഴിഞ്ഞമ്പാറ, മണ്ണാർക്കാട്. അതിനുശേഷം 2025 പാർട്ടിയിൽ അസ്വസ്ഥതകൾ വരുന്നു. 2026 പയ്യന്നൂർ ലഹള വരുന്നു. ഈ പയ്യന്നൂർ ലഹള ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പാലക്കാട്ട് പ്രശ്നമുണ്ടെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ സുഹൃത്ത് മുസ്തഫയും പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ശ്രീമതി സ്മൃതി? എന്തോ ഈ പാർട്ടിയിൽ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ശ്രീ PK ശശി നാളെ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് അല്ലെങ്കിൽ അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കാതെ അല്ലെ അദ്ദേഹം പാർട്ടിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ UDF-മായി സഹകരിക്കുകയാണെങ്കിൽ അത് തെറ്റു പറയാൻ പറ്റില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുസ്തഫ പറഞ്ഞു അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വൈഷമ്യം ഉണ്ടായിരിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ ജി സുധാകരൻ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടത് കൊണ്ടാണോ അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നത്? അല്ലല്ലോ. ജി സുധാകരനെ വീട്ടിൽ പോയി പാർട്ടി നേതാക്കൾ കണ്ടില്ലേ ഒരു ഘട്ടത്തിൽ? എന്നിട്ട് അദ്ദേഹം നിർത്തിയോ? എന്നോട് പോരടിക്കാൻ വരണ്ട മിസ്റ്റർ സജി ചെറിയാൻ എന്നെന്തിനാ ശ്രീ സുധാകരൻ പറഞ്ഞത്? അത് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിക്കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് അദ്ദേഹത്തിന്റെ നിലപാടുകളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഒരു നിലപാടെടുക്കുന്ന ആൾ വരികയാണെങ്കിൽ കാര്യം പറയുമ്പോൾ അങ്ങ് ഈ പറഞ്ഞ പി കെ ശശിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഒന്ന് അഴിമതി ആരോപണമാണ്, ഒന്ന് ഈ പറയുന്ന ലൈംഗിക ആരോപണമാണ്. പാർട്ടിയിലെ തന്നെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തക തന്നെ നൽകിയ പരാതിയായിരുന്നു, DYFI പ്രവർത്തക നൽകിയ പരാതിയായിരുന്നു. പിന്നീട് അവർ പാർട്ടി തന്നെ ഉപേക്ഷിച്ച് പോവുകയാണ്, ഈ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോവുകയാണ്, എവിടേക്കും പരാതി പറയാൻ ഭയപ്പെട്ടുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആളെ നിങ്ങൾ മുന്നണിയിലേക്ക് സഹകരിപ്പിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് എടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പോൾ ലിജു തന്നെ ചൂണ്ടിക്കാണിച്ച രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ആ ജില്ലയിലേക്കാണ് ഈ നേതാവിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുന്നതെന്നൊരു വിഷയമുണ്ട്. അത് വിശദീകരിക്കേണ്ടി വരില്ലേ? അല്ല, രാഷ്ട്രീയത്തിലെ വ്യക്തികളെ ചില ഘട്ടങ്ങളില് നേരിടുന്ന ആക്ഷേപത്തെക്കുറിച്ച് അവർ പുറത്ത് വരുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പി കെ ശശിയുടെ കാര്യത്തിൽ തന്നെ ശശി നാളെ പുറത്ത് പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ പാർട്ടി മെമ്പറാണ്, അദ്ദേഹം ഇന്ന് വളരെ രൂക്ഷമായി പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു ഒരു റിപ്പോർട്ടറെ കുറിച്ചൊക്കെ. ഞാൻ കണ്ടില്ല, അതായത് റിപ്പോർട്ടൊന്നും എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹം അത് രൂക്ഷമായി പ്രതികരിക്കുകയാണ് ഞാൻ ഈ പാർട്ടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഞാൻ വലിയ ഒരു എന്താ പറയുക ഗൗരവത്തിലെടുക്കുന്നില്ല, പക്ഷേ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവണമല്ലോ. അപ്പോൾ ആ ഉത്തരം എന്ന് പറയുന്നത് ചോദ്യം സാങ്കല്പികമായതുകൊണ്ട് ഉത്തരവും ഞാൻ കൃത്യതയോടെ പറയുന്നതാണ്, കാരണം സാങ്കല്പിക ഉത്തരമല്ല. അദ്ദേഹം ഒരു പക്ഷേ നാളെ അദ്ദേഹത്തിന് പറയാമല്ലോ, അതായത് പാർട്ടിയിലെ വിഭാഗീയത കൊണ്ട് എന്നെ കുടുക്കാൻ ശ്രമിച്ചു എന്ന് ശശി പറഞ്ഞാൽ അതിന് വേറെ ഉത്തരവില്ലല്ലോ. കാരണം പാർട്ടി ആയിരിക്കാം ഒരു പക്ഷേ പാർട്ടി അത് പോലീസിന് കൈമാറാതിരുന്നത്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ പാർട്ടിയിലെ വിഭാഗീയത കൊണ്ട് ഒരു മനുഷ്യനെ കുടുക്കാൻ ശ്രമിച്ചത് ആ ചരിത്ര പാർട്ടിയിലുണ്ടല്ലോ ശ്രീമതി സ്മൃതി. എറണാകുളത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ, ആ പണ്ട് BB ചെറിയാൻ പറഞ്ഞ കഥകളില്ലേ. അപ്പോൾ തന്നെ കൊടുക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിച്ചു എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് അവിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പാർട്ടി പരാതി കൊടുത്തിട്ടില്ല, വ്യക്തി പരാതി കൊടുത്തിട്ടില്ല പോലീസിന്. ഇപ്പോൾ പാർട്ടികൾ മാറുന്നു, നേതാക്കൾ മാറുന്ന കാലമാണ്. ഇപ്പോൾ പി കെ ശശിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന കാര്യങ്ങൾ, അതിന്റെ സത്യാവസ്ഥ അറിയാൻ 2 ദിവസം കൂടി കാക്കണം. ഒരുപക്ഷെ നാളെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറയുന്നു. ഇന്ന് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്, ആ പ്രതികരണം അങ്ങ് കണ്ടതാണ്. ഈ മാറ്റം 2 കൂട്ടർക്കും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്താതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും എന്നല്ലേ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിസ്മയം എന്ന രൂപത്തിൽ പി കെ ശശിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ശശിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നിരുന്ന ആരോപണങ്ങൾ CPM-ന് അത് പിന്നീട് ഉയർത്താൻ പറ്റില്ല, കാരണം ആ സമയത്ത് സംരക്ഷിച്ച പാർട്ടിയാണ്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കില്ലേ PT തുഫൈൽ? ശ്രീ പി കെ ശശിയുടെ വിഷയത്തിൽ നമുക്ക് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാഷ് പറയുന്ന പോലെയുള്ള കാര്യം പറയാൻ പറ്റും. അതായത് സാങ്കല്പിക ചോദ്യങ്ങൾക്ക് സാങ്കല്പിക ഉത്തരം നൽകാൻ കഴിയില്ല എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ അറ്റ്ലീസ്റ്റ്. പക്ഷെ നമ്മൾ പി കെ ശശി എന്നൊരു വിഷയത്തിന് അപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ എന്താണ് ഇപ്പം നടക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ഉത്തരേന്ത്യയിലാണ്, ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇതുപോലെയുള്ളൊരു പൊളിറ്റിക്കൽ കൾച്ചർ, ഒരു രാഷ്ട്രീയ സംസ്കാരം നമ്മൾ കണ്ടത്. ആയാറാം ഗയാറാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേകതരം കൾച്ചറാണ്. അതായത് ഒരു പാർട്ടിയിൽ നിന്ന് മാറുന്നു, ഈ പാർട്ടി ഹോപ്പേഴ്സ് എന്ന് പറയുന്നത്, പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് വരുന്നു. ഈ ഒരു രീതിയിലേക്ക് കേരള രാഷ്ട്രീയം മാറുകയാണോ എന്നുള്ളൊരു ആശങ്കയാണ് നമ്മളെല്ലാവരും ഈ ഒരു സമയത്ത് കാണുന്നത്. ഈ ഒരു പി കെ ശശി അല്ലെങ്കിൽ ഇപ്പോൾ VS-ന്റെ നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷ് സഹചാരിയായിരുന്ന സുരേഷ് ജിയുടെ വിഷയത്തിൽ കാണുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അത്തരം ഒരു ആശങ്കയാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ നിരീക്ഷിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത്. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു കൾച്ചർ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പം പ്രതിപക്ഷ നേതാവ് അതിനെ വിസ്മയം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് ആളുകൾ വരാനുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച പേരുകളിൽ NDAയുടെ ഒരു ഘടകകക്ഷി നേതാവ് വരുന്നു. എന്നിട്ട് ആ ഘടകകക്ഷി നേതാവ് എന്ന് പറയുന്നത് ഞാൻ അത്തരത്തിലൊരു ചർച്ചയെ നടത്തിയിട്ടില്ല, ഞാനില്ല. പിന്നെ അതേക്കുറിച്ചൊരു ചർച്ചയുമില്ല. അപ്പോൾ ഇതിലൊന്നും യാതൊരു അടിസ്ഥാനവും കാണുന്നില്ല. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുകയാണെങ്കിൽ തന്നെ നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം കേരളത്തിൽ. പക്ഷേ അപ്പോഴേക്കും ഒരു രാഷ്ട്രീയമായിട്ടൊരു ആഖ്യാനം ഉണ്ടായിരുന്നു. ഇന്ന രാഷ്ട്രീയത്തിൽ ഇത്തരം വ്യതിചലനങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഇന്ന പാർട്ടി മാറുന്നത് എന്നുള്ളത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു പാർട്ടിയിൽ അപ്പോൾ കെ മാണിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് വിശദീകരിക്കപ്പെടുന്നത്? ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ 2 വെബ്സൈറ്റുകൾ 2 കൂട്ടരും, കടക്ക് പുറത്ത് എന്ന UDF, ഇപ്പുറത്ത് ഇരുണ്ട യുഗം എന്ന് പറഞ്ഞ LDF-ഉം ഇറക്കിയിരിക്കുകയാണ്.
അപ്പോൾ ഇരുണ്ട യുഗത്തിൽ കടക്കപ്പുറത്ത് എന്ന പ്രയോഗം ഒരു 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 തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് ഉപയോഗിക്കുന്ന എത്രത്തോളം രാഷ്ട്രീയമായി ശരിയാണ് എന്നുള്ളത് UDF ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കടക്കപ്പുറത്ത് എന്ന വാചകത്തിൽ തന്നെ ധാർഷ്ട്യമുണ്ട്. ആ ധാർഷ്ട്യത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നവരാണ് അങ്ങനെ ഒരു തലക്കെട്ടോട് കൂടി തന്നെ വെബ്സൈറ്റ് തുറങ്ങുന്നത്. ഇപ്പുറത്ത് ഇരുണ്ട യുഗമാണ്. ഇരുണ്ട യുഗത്തിൽ അതിൽ രസകരമായ ഒരു കാര്യം ഈ ബാർക്കോഴ വിഷയമുണ്ട്. പക്ഷെ ബാർക്കോഴ വിഷയത്തിൽ കേമാണിയില്ല. അപ്പോൾ ഇത് എത്രത്തോളം സത്യം തുറന്നു പറയുന്ന ഒരു സംവിധാനമാണ്? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾ ഒരു പാർട്ടി മാറുമ്പം എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നയവ്യതിയാനം പറയാൻ പറ്റണ്ടേ ആ പാർട്ടിയുടെ? ഇതല്ലല്ലോ. ഇത് തനിക്കെതിരെ ഒരു സംഘടനാപരമായിട്ടുള്ളൊരു നടപടി വരുമ്പോൾ പാർട്ടി മാറുകയാണ്. അപ്പോൾ അതിനെ സ്വീകരിക്കാൻ പറ്റും. ഇത് നമ്മൾ ഉത്തരേന്ത്യയിൽ പറഞ്ഞ പോലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കാണ് നമ്മൾ ഒരാൾക്കെതിരെ ഒരു IT റെയ്ഡ് വരുമ്പോൾ അയാൾ BJPയിൽ ചേർന്ന് നേരെ വാഷിംഗ് മെഷീനായിട്ട് മാറുന്നു. പിന്നെ അയാൾക്കെതിരെ ഒരു ആരോപണമില്ല എന്ന് പറഞ്ഞ പോലെയല്ലേ ഇപ്പോൾ ശശിക്കെതിരെ ഇത്രയും ആരോപണം നിലനിൽക്കുന്നു. UDF തന്നെ അതേ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നു. അദ്ദേഹം ഇനി UDFൽ വരുവാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണമില്ല. അദ്ദേഹം വാഷിംഗ് മെഷീനിലിട്ട് ക്ലീൻ ആക്കിയ പോലെ ആവുന്നു. ഇത് BJP ഉയർത്തിക്കൊണ്ടുവന്നൊരു സംസ്കാരമാണ്. അതുപോലെ പാർട്ടികൾ പെട്ടെന്ന് മാറി. നമ്മളിത് കാണുന്നത് എന്താ വെച്ചാൽ ഓപ്പറേഷൻ ലോട്ടസ് പോലെയുള്ള സംഭവങ്ങൾ, റിസോർട്ട് BJPയുമായി വളരെ പെട്ടെന്ന് തന്നെ ഒരു താരതമ്യത്തിലേക്ക് പോവുകയാണ്. അത് എത്രത്തോളം സാധ്യമാണ്? അപ്പുറത്തൊരു സാമ്പത്തിക നേട്ടം, വലിയ പദവി, ഇതൊക്കെയാണ് ഈ പറയുന്ന കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തൽ എന്നൊക്കെയാണ്. അതിനുള്ള ഒരു ശക്തിയുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ കോൺഗ്രസ്. ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയാണ്. നോക്കൂ, ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അല്ല പറയട്ടെ, ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്നും ഒരാൾ പോവുക എന്ന് വെച്ചാൽ BJPയിലേക്ക് പോകുന്നതിനോട് എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും തുഫൈൽ? ഞാനത് കേവലം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ രീതിയിലല്ല, ആ ഒരു പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഇവർക്ക് പറയാൻ വ്യക്തമായ ഒരു രാഷ്ട്രീയമില്ല. എന്തുകൊണ്ട് ഇപ്പോൾ PK ശശി CPMൽ നിന്ന് മാറി UDFലേക്ക് പോകുന്നു എന്നുള്ള സൂചന നൽകി? എന്താണ് അദ്ദേഹം ഉന്നയിക്കുന്ന രാഷ്ട്രീയം? അത് പറയാൻ പറ്റണ്ടേ? ഇല്ലെങ്കിൽ സുരേഷ് ജി ഇത്തരത്തിൽ മാറുന്നു, VSന് കൊടുത്ത അതേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എനിക്കും തരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറുന്നു. VS മരണം വരെ CPMനോട് കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അടിയുറച്ച് നിൽക്കുകയും അദ്ദേഹം പാർട്ടി പതാക പുതച്ച് മരിക്കുകയും ചെയ്ത നേതാവാണ്. ഇപ്പോൾ എനിക്കറിയാം, ഞാൻ നേരത്തെ കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ചാർജ് ഉണ്ടായിരുന്നു എനിക്ക് ലോക്സഭ ഇലക്ഷൻ സമയത്ത് 2019. ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ VSനെ അപ്രോച്ച് ചെയ്താണ് ശ്രീ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ള ആളുകൾ. അദ്ദേഹം ഒരിക്കലും അത്തരത്തിലൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം പാർട്ടിയുടെ കൂടെ അടിയുറച്ച് തന്നാണ്. അപ്പോൾ സുരേഷ് ജി ഇത്തരത്തിൽ പറയുമ്പോൾ എന്താണ് അദ്ദേഹം കാണുന്ന രാഷ്ട്രീയ വ്യതിയാനം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വടകരയിൽ നമുക്ക് എക്സാമ്പിൾ അറിയാം. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് അടുക്കുകയാണ്. അത് ചില നിലപാടുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ചില രാഷ്ട്രീയമായ അപജയങ്ങൾ കണ്ട് മടുത്ത് അങ്ങനെയൊക്കെ ആവുമല്ലോ ഈ നിലപാട് മാറ്റത്തിലേക്ക് പോകുന്നത്. അതേ കാര്യങ്ങളിൽ അപ്പുറത്തും സംഭവിച്ചുകൂടാ എന്ന് പറയാമോ? നമുക്ക് ആ നിലപാട് പറയാൻ പറ്റണം എന്ന ഒറ്റ പോയിന്റേ ഞാൻ പറയുന്നുള്ളൂ. TP ചന്ദ്രശേഖരൻ ഇടതുപക്ഷത്തിന് വലത് വ്യതിയാനം ഉണ്ടാകുന്നു എന്നൊരു ആക്ഷേപത്തിലാണ് അദ്ദേഹം പാർട്ടിയിലുമായിട്ട് റിബൽ ആവുന്ന സംഭവം വരുന്നത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിട്ടുള്ള ഇപ്പോൾ RMPയുടെ ലീഡറായിട്ടുള്ള KK രമ വരുന്ന സമയത്ത് വടകരയിൽ ഭയങ്കരമായിട്ടുള്ള UDFന്റെ കൂടെ വലിയ വ്യതിയാനത്തിലേക്കല്ലേ അവർ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ശേഷം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമാണ് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വലത് വ്യതിയാനം എന്നുള്ളത് വലിയ ചർച്ചയിലേക്ക് വെക്കേണ്ട ഒരു വിഷയമാണ്. ആരാണ് വലത്, ആരാണ് തീവ്ര വലത് എന്നൊക്കെ ഒരു വിഷയമായി നിൽക്കുന്നുണ്ട്. ഈ വലത് ഇടത് എന്ന് പറയുമ്പോൾ ആരാണ് ഇപ്പോൾ വലത് എന്നൊരു ചർച്ചകൾ പ്രധാനമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് KK രമ എന്ത് വ്യതിയാനം വരുത്തിയെന്നാണ് കേരളത്തിൽ വടകരയിൽ ശ്രീ ഷാഫി പറമ്പിൽ വന്ന വലതുപക്ഷ രാഷ്ട്രീയമാണ് ആ വടകര പോലുള്ള ഒരു സെൻസിറ്റീവ് ഏരിയയിൽ നടക്കുന്നത്. അതേക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് രമയ്ക്ക് ഒന്നും പറയാനില്ല. ഞാൻ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമാണ്. ശക്തമായി മുന്നണി പിന്തുണച്ചു നിൽക്കുന്ന സമയത്ത് പോലും KK രമ വളരെ ശക്തമായി രാഹുൽ ഇനി രാഷ്ട്രീയത്തിലേക്ക് വരരുത് എന്ന കർശനമായ കടുത്ത പ്രതികരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ പ്രചാരണത്തിൽ കേവലമായിട്ടുള്ള ഒരു വ്യക്തിയുടെ രാഷ്ട്രീയത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്കറിയാം വടകര പോലെയുള്ള ഒരു സെൻസിറ്റീവ് മണ്ഡലത്തിൽ അവിടെ തീവ്രമായ വലതുപക്ഷ വ്യതിയാനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. UDF നമ്മൾ ഈ രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിൽ ഏത് പാർട്ടിയും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും എല്ലാ പാർട്ടിക്കും ഒരു ലെഫ്റ്റ് ക്യാരക്ടർ ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിനൊരു ക്ലാസ് പൊളിറ്റിക്സിന്റെ വർഗ രാഷ്ട്രീയത്തിന്റെ ഒരു ലാഞ്ചന ഉണ്ടായിരുന്നു. നമുക്കറിയാം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ടുള്ള നടത്തിയ രാജസ്ഥാനിലെ എല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ ഇത്. CPM പോലും ക്ലാസ് പൊളിറ്റിക്സ് മുക്തല്ല. കാരണം നമുക്കറിയാൻ പറ്റും ഇപ്പോൾ കേരളത്തിൽ CPMന് ഇപ്പോൾ ഏറ്റവും ഉണ്ടായിട്ടുള്ള
ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ തിരിച്ചടിക്ക് പോലും കാരണം CPM സ്വത്ത് രാഷ്ട്രീയത്തെ യഥാവിധി അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ള ഇഷ്യൂ കൊണ്ടാണ്. 20ാമത്തെ പാർട്ടി കോൺഗ്രസ് കോഴിക്കോട് വെച്ച് നടന്നപ്പോൾ യെച്ചൂരി സീതാറാം യെച്ചൂരി തയ്യാറാക്കിയ ഡ്രാഫ്റ്റിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്വത്ത് രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യണം, NGO രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യണം. CPM അതിൽ പരാജയം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സ്വത്ത് രാഷ്ട്രീയത്തെ CPM കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേരളത്തിൽ വർഗീയ രാഷ്ട്രീയമല്ല, മറിച്ച് സ്വത്ത് രാഷ്ട്രീയമാണ് കേരളത്തിൽ ഭയങ്കര ശക്തമാണ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് വർഗീയ രാഷ്ട്രീയം വരിക. അപ്പോൾ ആ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ മൂർധന്യത്തിലാണ് കേരളത്തിൽ ഉൾപ്പെടുക. അതിന് CPM അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അതാണ് UDF-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ NGO രാഷ്ട്രീയം, കേരളത്തിൽ പ്രളയം വന്നു, ഉരുൾപൊട്ടൽ വന്നു, ഈ സമയത്തെല്ലാം സർക്കാർ അതിന്റെ കാര്യങ്ങൾ അതിന്റെ മുറക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ NGO പോലെ പാർട്ടികൾ വർഗീയതയായി വിലയിരുത്തുന്ന ആരാണ്? അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് വർഗീയതയാണ്. ആ വർഗീയതയിലേക്കാണ് എത്തിയിട്ടില്ലല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പായി ആരാണ് കേരളം നിൽക്കുമ്പോൾ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വർഗീയതയാണ്. ഈ വർഗീയതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ഡിസ്കഷൻ വരുന്നത്. അവിടെ വിസ്മയങ്ങൾ സൃഷ്ടിക്കുമല്ല, ആയാറാം ഗയാറാം വന്നുകൊണ്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ ലോട്ടസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന വ്യക്തമായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് പറയാൻ പറ്റാത്ത കേവലം വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കേവലം സംഘടനാപരമായ നടപടി നേരിടുമ്പോൾ പാർട്ടി മാറുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് കേരളം മാറുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. നമ്മളിവിടെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത്. കേരളം വളരെ നിർണായകമായ ഒരു ഇലക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർണായകമായ ഇലക്ഷൻ വരുന്നു. 10 വർഷത്തിന് ശേഷം, 10 വർഷത്തെ തുടർഭരണത്തിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അവിടെ കവി സച്ചിദാനന്ദനെ പോലെ ഉള്ള ആളുകൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയും ഈ സമയത്ത് ഒരു തെറ്റായ രാഷ്ട്രീയമാണ് പറയുന്നതെന്നാണ് അങ്ങ് പറയുന്നത്. ഇപ്പോൾ സച്ചിദാനന്ദനെ പോലുള്ളവർ പ്രതികരിച്ചതിനെയും അങ്ങനെ കാണുന്നു. തെറ്റായ രാഷ്ട്രീയം എന്നല്ല, സച്ചിദാനന്ദ മാഷ് നമ്മളെല്ലാവരും ആരാധിക്കുന്ന വ്യക്തിയാണ്. ശ്രീമതി സാറ ടീച്ചർ നേരത്തെ പറഞ്ഞ ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായിട്ട് കേരളത്തിൽ ഇരുന്ന വ്യക്തിത്വമാണ്. ഇവരുടെ എല്ലാം സംസാരങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ തീർച്ചയായിട്ടും കേരളത്തിൽ നിഷ്പക്ഷരായി നിൽക്കുന്ന വോട്ടർമാരെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം കേരളത്തിൽ എപ്പോഴും മുന്നണികളുടെ വോട്ട് സംവിധാനം ഏകദേശം ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഇരിക്കുന്നതാണ്. കേരളത്തിൽ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന നിഷ്പക്ഷരായ വോട്ടുകളാണ്. അവരെ ഇത്തരം സാംസ്കാരിക നായകരുടെ പ്രസ്താവനകൾ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാംസ്കാരിക നായകർ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ വീക്ഷിക്കണമെന്നും വിശ്വസിക്കുന്ന ആളാണ്. അവർ പറയണം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മൂല്യച്യുതികൾ വരുന്നുണ്ടെങ്കിൽ എന്താണ് ഓൾട്ടർനേറ്റീവ്, എന്താണ് അതിനുള്ള പരിഹാരം എന്നുകൂടെ പറയണ്ടേ. സ്വത്ത് രാഷ്ട്രീയത്തെ തീവ്രമായി പുൽകുന്ന UDF-ഉം മുസ്ലിം ലീഗുമാണോ അവർ കാണുന്ന പരിഹാരം എന്നുള്ളത് എന്ന് അവർ വ്യക്തമാക്കേണ്ടതല്ലേ. ഒന്നാമത് എത്രത്തോളം കടന്നുള്ള ചിന്തയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം VS ഇപ്പോൾ CPI വിട്ട് CPM രൂപീകരിച്ച നേതാവാണ് അല്ലേ. അതൊക്കെ ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പലയിടത്തും ഇടത് പാർട്ടികൾ തന്നെ മാറ്റിയിട്ടുണ്ട്. പലയിടത്തും സഖ്യത്തിലാണ്. കേരളത്തിൽ തമ്മിൽ മത്സരിക്കുന്നെന്ന് വരുമ്പോഴും പലയിടത്തും സഖ്യത്തിലാണ്. പലയിടത്തും കോൺഗ്രസിലെ പിന്തുണയോടെ കൂടിയാണ് CPM മത്സരിച്ചിട്ടുള്ളത്, വിജയിച്ചിട്ടുള്ളത്. CPIയും അതെ. അപ്പോൾ പുറത്ത് സഖ്യമുള്ള സംവിധാനവും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രാജ്യത്തെ മുഴുവൻ സാഹചര്യവുമായി ചേർത്ത് വെച്ചുകൊണ്ട് കേരളത്തിലെ ഇപ്പോഴത്തെ ഈ പാർട്ടി മാറ്റത്തെയും മുന്നണി മാറ്റത്തെയും താരതമ്യം ചെയ്യുന്ന എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ M. ലിജു, ഇനിയും കൂടുതൽ വിസ്മയങ്ങൾ ഉണ്ടാകും. വിസ്മയങ്ങളിൽ ഇപ്പോൾ നിൽക്കുന്ന പാർട്ടികളിൽ സംഭവിച്ചിരിക്കുന്ന അപജയങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതൊരു വിഷയമാകില്ല നിങ്ങൾക്ക് മുന്നണിയിലേക്ക് ആളുകളെ എടുക്കുമ്പോൾ എന്നതാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ വ്യക്തമാക്കി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇപ്പോൾ ശ്രീ PK ശശിയുടെ വിഷയത്തിൽ അവിടെ UDF ഉയർത്തിയ ഏറ്റവും സുപ്രധാനമായൊരു വിഷയം എന്നത് ഒരു പാർട്ടിക്കുള്ളിൽ ഒരു ലൈംഗിക ആരോപണം ഉണ്ടാകുമ്പോൾ അത് പാർട്ടി കമ്മിറ്റി വെച്ച് അന്വേഷിക്കുക എന്നുള്ളതല്ല ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത. അത് നമ്മുടെ രാജ്യത്തെ അന്വേഷണ സംവിധാനത്തിന് പോലീസിന് കൈമാറുകയും അന്വേഷണം നടക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അത് ഇപ്പോഴും ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ്. ശ്രീ PK ശശിക്കെതിരെ CPM-നകത്ത് ആരോപണം ഉയർന്നു. അതിന് വിഭാഗീയതയുടെ പേരിലാണോ എന്തിനാണോ എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷെ ആരോപണം ഉയർന്നു വന്നപ്പോൾ അതെന്ത് ചെയ്യണം? പാർട്ടി അന്വേഷിക്കാതെ പോലീസ് നൽകണം. പോലീസ് അന്വേഷിച്ച് അദ്ദേഹത്തെ കുറ്റമുക്തനാക്കണമായിരുന്നു. പക്ഷേ നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു നിയമ സംവിധാനത്തിൽ ഇത്തരത്തിലൊരു പരാതിക്കാരിക്ക് നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അതർ ഓപ്ഷൻസ് ഉണ്ട്. കോടതിയെ സമീപിക്കാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ ഇത്രയും കാലമായി അത്തരമൊരു സമീപനം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്നും അദ്ദേഹത്തെ സംശയത്തിന് നിർത്തേണ്ടതില്ല. അതിനിപ്പോൾ അദ്ദേഹം CPM തുറന്നാലും അതെ, കോൺഗ്രസിൽ വന്നാലും അതെ, അത്തരത്തിലാണ് അതിനെ കാണേണ്ടത്. പക്ഷേ അവിടെ ആ കോർ ഇഷ്യൂ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പരാതി ഉയർന്നു വന്നാൽ ആ പരാതിയെ സംബന്ധിച്ച് നിയമപരമായി ചെയ്യേണ്ട ബാധ്യത നിറവേറ്റണം. അത് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് ലഭിച്ച പരാതിയിൽ ഞങ്ങൾ ആ കാര്യത്തിൽ പരിപൂർണമായ അത്തരത്തിൽ തന്നെയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കത് പറയാനുള്ള ധാർമ്മികതയുണ്ട്.
പക്ഷെ ഒരു ആരോപണം ഉയർന്നു വന്നു എന്നതിന്റെ പേരിൽ മാത്രം എല്ലാ കാലഘട്ടത്തിലും ഒരാളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും അദ്ദേഹത്തെ തൊട്ടുകൂടാത്ത ആളായി അല്ലെങ്കിൽ രാഷ്ട്രീയമായ എക്സ്പ്രഷൻ അദ്ദേഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കണമെന്ന അഭിപ്രായമില്ല. നാളെ അതിന് CPM അദ്ദേഹം തുടർന്നാലും കോൺഗ്രസിലേക്ക് അദ്ദേഹം വന്നാലും എന്താണെങ്കിലും അതാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയാവുന്ന നിലപാട്. പിന്നെ ഞാൻ ഈ ചർച്ച ശ്രദ്ധിക്കുകയായിരുന്നു ചില രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞോളൂ അതിനുശേഷം ചോദിക്കാം. അതായത് ഷാഫി പറമ്പിൽ വടകരയിൽ വന്നതിന് ശേഷം വലതുപക്ഷ വ്യതിയാനം ഉണ്ടായി. ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വർഗീയതയാണ്. ഇത്തരത്തിലൊക്കെ പറയുന്ന എത്രമാത്രം ബാലിശമായ തരത്തിലാണ്. ഒന്ന്, ഷാഫി പറമ്പിൽ വടകരയിൽ MP ആയി കഴിഞ്ഞാൽ വലതുപക്ഷ വ്യതിയാനം ഉണ്ടായി എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഷാഫി പറമ്പിൽ അവിടെ മത്സരിച്ചു, അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അത് വലതുപക്ഷ വ്യതിയാനമാണോ? വടകരയുടെ രാഷ്ട്രീയം മാറി, അല്ലെങ്കിൽ കൂടുതൽ മുമ്പ് തന്നെ K മുരളീധരൻ ജയിച്ചെടുത്ത് ഷാഫി പറമ്പിൽ ജയിച്ചു. അതായത് പുതുതായിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടായോ? ഏതെങ്കിലും തരത്തിൽ ഇപ്പോ ഈ വലത് ഇടത് എന്നൊക്കെ സ്മൃതി തന്നെ പറഞ്ഞു. അതൊക്കെ തന്നെ വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ വ്യാഖ്യാനം ആവശ്യമുള്ള പദപ്രയോഗങ്ങളാണ്. ആരാണ് ഇടത്, ആരാണ് വലത്, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായ ചർച്ച ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇടതുപക്ഷ മുന്നണി എന്ന് പേരിട്ടതുകൊണ്ട് രാഷ്ട്രമീമാംസയിൽ ഇടത് എന്ന് ഉദ്ദേശിക്കുന്ന വിവക്ഷകൾ LDF ഉണ്ടാകണമെന്നില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിയെ വലത് മുന്നണി എന്ന് പറഞ്ഞതുകൊണ്ട് റൈറ്റ് വിങ് അല്ല കോൺഗ്രസ്. ഒരിക്കലും അത്തരത്തിലൊരു റൈറ്റ് വിങ് പാർട്ടി എന്ന് കോൺഗ്രസിനെയും ഞങ്ങളുടെ മുന്നണിയെയും പറയാൻ സാധിക്കില്ല. ഇനി ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ബാധകമാണ്. ഇപ്പൊ ലീഗിന് ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞാൽ LDF മുന്നണിയിൽ അത്തരത്തിൽ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഉയർത്തുന്നവരില്ലേ? മാത്രമല്ല, സ്വത്ത് രാഷ്ട്രീയം എന്നത് വർഗീയതയ്ക്കുള്ള അടുത്ത സ്റ്റെപ്പാണോ? ശ്രീ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിരിക്കുന്ന അദ്ദേഹം സ്വത്ത് രാഷ്ട്രീയത്തിന്റെ സ്വത്വബോധത്തെക്കുറിച്ച് വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. റെപ്രസെന്റേറ്റീവ് പൊളിറ്റിക്സ്, പ്രാതിനിധ്യ സ്വഭാവം എന്നത് സമൂഹങ്ങളുടെ പ്രാതിനിധ്യം വേണം എന്ന് പറയുന്നവരെല്ലാം തന്നെ വർഗീയവാദത്തിലേക്കാണോ പോയിട്ടുള്ളത്? അപ്പൊ അതുകൊണ്ട് വളരെ ബാലിശമായ പ്രഖ്യാപനങ്ങൾ, ബാലിശമായ രീതിയിൽ ചില ക്ലീഷേ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ വലതുപക്ഷ വ്യതിയാനം, ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്നൊക്കെ ചില ക്ലീഷേ പ്രയോഗങ്ങൾ പറയുകയും അതെല്ലാം ആണ് ഇത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുന്നണിയെ ബാധിച്ചിരിക്കുന്നതൊക്കെ പറയുന്നതൊക്കെ തന്നെ അത് തീർത്തും ബാലിശമാണ് എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ള കാര്യം. അതൊക്കെ അത്തരം പ്രയോഗങ്ങൾ പറയുമ്പോൾ അതിന് വ്യക്തത ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ വെറുതെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എനിക്ക് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഇപ്പം ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഞങ്ങളുടെ പാർട്ടിയിലേക്കും മുന്നണിയിലേക്കും ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് വിളിക്കുന്ന ആളുകളെ ഉൾപ്പെടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ അവർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള വിജയസാധ്യത കൂടി കണക്കിലെടുക്കും. മറ്റ് ആരോപണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിലപ്പുറം വിജയസാധ്യത ഒരു പ്രധാന ഘടകമാണ്. ആദ്യ ഘടകം അതാണ് അല്ലേ? അങ്ങനെയല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യോജിക്കാവുന്ന ആളുകളെ മാത്രമേ ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ഇപ്പം നിലപാടുകൾക്ക് തീവ്ര വർഗീയത പറയുന്ന ആളുകളെ ചിലപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ എടുക്കണം, ഞങ്ങളുടെ മുന്നണി ചിലപ്പോഴല്ല ഞങ്ങളുടെ മുന്നണി പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതോടൊപ്പം തന്നെ പ്രഖ്യാപിത കുറ്റവാളികളെ, രാഷ്ട്രീയ കൊലപാതകികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെ ശിക്ഷിക്കും ഞങ്ങൾ എടുക്കണമെന്നില്ല. പക്ഷേ ആശയപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നവർക്കും നമ്മൾ യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ഇപ്പൊ CPM പ്രവർത്തകരായിരിക്കുന്ന എത്രയോ ആളുകൾ ഞങ്ങളുടെ പാർട്ടി വരുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ നേതാവായിരുന്ന ശ്രീ സന്ദീപ് വാര്യർ തീവ്ര വർഗീയത പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന്, ഞങ്ങളുടെ മുന്നണിയിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ പൂർവ്വകാല നിലപാടുകളിൽ പശ്ചാത്തപിക്കുകയും ആ നിലപാടുകളെ സമ്പൂർണ്ണമായി തിരുത്തുകയും ഞങ്ങളുടെ വേദിയിൽ വന്ന് മതനിരപേക്ഷ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ഇതിനെ തള്ളിക്കളയേണ്ടതുണ്ടോ? ശ്രീ PK ശശി CPMന്റെ ഒരു നേതാവാണ്. അദ്ദേഹം MLA ആയിരുന്നു, ജനപ്രിയനായിരുന്ന ആളാണ്. നാളെ CPMനോട് ഞങ്ങൾക്കുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസം, അതായത് അക്രമ രാഷ്ട്രീയം, നിലവിലുള്ള ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന അവരോടുള്ള അമിതമായ വ്യക്തി ആരാധന, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തിരുത്തലുണ്ടാവുകയും അദ്ദേഹം ഞങ്ങളുടെ മതനിരപേക്ഷ ജനാധിപത്യ നിലപാടുകളോട് യോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്താൽ നാളെ മുൻകാലങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഒരു തെളിയിക്കപ്പെടാത്തൊരു ആരോപണം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഉൾപ്പെടെ അതിൽ പരാമർശിച്ചതിന്റെ പേര് മാത്രം അത് തള്ളിക്കളയേണ്ടതില്ല. അത് തിരഞ്ഞെടുപ്പുകളുടെ വിജയവും പരാജയവും തന്നെയാണ്. മുന്നണി എന്ന രൂപത്തിലല്ല, കോൺഗ്രസിലേക്ക് തന്നെ ആയിരിക്കും വരിക അല്ലെ? എനിക്കറിയില്ല. ഞാൻ ആ കാര്യം ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് ഞാൻ പറഞ്ഞത് മുന്നണി എന്ന ഉദ്ദേശമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ MLA-മാർ ആവശ്യമുണ്ട്. കോൺഗ്രസിന് കൂടുതൽ കോൺഗ്രസിന്റേതായ MLA-മാർ, UDF-ൽ കോൺഗ്രസിന്റേതായ MLA-മാരുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രായോഗിക വശങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ PK ശശി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണോ കാണേണ്ടത്? സ്മൃതി, ഇതെല്ലാം വളരെ ഹൈപ്പോത്തറ്റിക്കലായ ക്വസ്റ്റ്യൻസ് അല്ലേ, സാങ്കല്പിക ചോദ്യങ്ങളല്ലേ. ഒന്നാമത്തെ കാര്യം, ശ്രീ PK ശശി ഇന്നും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം CPM-ലാണ്.
ഞാൻ അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പ് പറയുന്നത് ഞങ്ങൾ നിരവധി ആളുകളുമായി ചർച്ചയിലാണ്. ചിലപ്പോൾ ശശി ഉണ്ടായേക്കാം. ഇത് എന്ന് വെച്ചുകൊണ്ട് മാത്രം അദ്ദേഹം പാർട്ടി വിട്ടെന്നും നാളെ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുമെന്നോ അദ്ദേഹം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുമെന്നോ നാളെ അദ്ദേഹം ഇങ്ങനെ വന്നാൽ പോലും ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം ഒന്നും പറയാനുള്ള സമയമായിട്ടില്ല. മാത്രമല്ല എനിക്കത് പ്രഖ്യാപിക്കാൻ പറ്റുകയുമില്ല. അത് പറയേണ്ടത് തീർച്ചയായിട്ടും പാർട്ടിയുടെ ഉന്നത നേതൃത്വമാണ്. KPC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ AICC നേതാക്കന്മാരാണ് ആ കാര്യത്തിൽ മറുപടി പറയേണ്ടത്. പക്ഷെ ഇപ്പം നിലവിലുള്ള സാങ്കല്പിക സാഹചര്യങ്ങൾ മാത്രമാണ്. ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശശിക്കെതിരെ മുൻപ് ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഞങ്ങളുടെ പാർട്ടിയിലോ ഞങ്ങളുടെ മുന്നണിയിൽ വരുന്നൊരു തടസ്സമല്ല. കാരണം അദ്ദേഹം അതൊരു പ്രൂവൺ കാര്യമായിരുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, അത്തരമൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രതികരണമാണ്. നിയമത്തിന്റെ വഴിയിലൂടെ അല്ലാതെ അല്ലേ? ഞാൻ ഒരു പോയിന്റ് പറയുകയാണ്. പാർട്ടി കോടതി അത് പരിഗണിച്ചു, പാർട്ടി കോടതിയിൽ വിധി എഴുതി എന്നുള്ളത് PK ശശിക്ക് കോൺഗ്രസിലേക്ക് വരാനുള്ള ഒരു സാധ്യതയായി വന്നിരിക്കുന്നു. അതാണ് ലിജു. പുറത്ത് പോലീസ് സ്റ്റേഷനിലല്ല പരാതി പോയത്, കോടതിയിലേക്കല്ല പോയത്. അപ്പോൾ അതൊരു സാധ്യതയായി വന്നിരിക്കുന്നു. അല്ല ഒരു സ്മൃതി, ഒരു നിമിഷം. ഇപ്പൊ നേരത്തെ PK ശശി അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നു. ആ ആരോപണം അന്വേഷിക്കേണ്ടത് പാർട്ടി അല്ല എന്നുള്ളത് തന്നെയാണ്. ശശിക്കെതിരെയുള്ള ആർക്കെതിരെയുമാണെങ്കിലും പാർട്ടി കമ്മിറ്റി അല്ല ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കേണ്ടത് എന്നത് നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥാപിതമായ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. CPM എന്ന ഒരു പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചത് അന്വേഷിച്ച് തീവ്രത കുറഞ്ഞതാണ് എന്ന് റിപ്പോർട്ട് ചെയ്തതിനോട് ഞങ്ങൾക്ക് ഇപ്പോഴും യോജിപ്പില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. കാരണം അങ്ങനെ ഒരു പരാതിക്കാരിക്ക് തീർച്ചയായിട്ടും നിയമപരമായ ഓപ്ഷൻ സ്വീകരിക്കാമായിരുന്നു. അല്ലെങ്കിൽ CPM-നകത്ത് അഭയം പ്രാപിക്കുന്നില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പാർട്ടികളെ സമീപിക്കാമായിരുന്നു. അത് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് മുൻവിധിയോടുകൂടി പെരുമാറേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പോലീസിനെ കൊടുത്തിരുന്നെങ്കിൽ എന്നാൽ അതൊരു സാങ്കല്പിക ചോദ്യമാണ്. പോലീസിനെ കൊടുത്ത് അത്തരമൊരു സ്ത്രീ പീഡനത്തിന് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തിപരമായി പറഞ്ഞ എന്റെ നിലപാടനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ അദ്ദേഹത്തെ എടുക്കേണ്ടത് ശരിയല്ല എന്ന് പറഞ്ഞേനെ, ശിക്ഷിക്കപ്പെട്ടിരുന്നതെങ്കിൽ. ഞങ്ങളുടെ പാർട്ടി മുന്നണി അങ്ങനെയുള്ളത് സ്വീകരിക്കുകയുമില്ലായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ല. അതുകൊണ്ട് അത്തരത്തിലൊരു തടസ്സമില്ല എന്നാണ് ഞാൻ വ്യക്തമാക്കിയത്. അത് ശശിയല്ല, അതിന് PK ശശിയല്ല, P ശശിയാണെങ്കിലും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ നിലപാട്. P ശശിയുടെ കാര്യത്തിലാണെങ്കിലും ഇത് തന്നെയാണ് നിലപാട്. മടങ്ങിയെത്താം ശ്രീ VP മുസ്തഫ. കാര്യങ്ങൾ ഏതാണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയല്ലേ? വളരെ വളരെ വ്യക്തമായിട്ട് പ്രേക്ഷകർക്കെല്ലാം തെളിയുകയാണ്. കാരണം എന്താ, വളരെ സാങ്കല്പികമായ ഒരു വിഷയം. PK ശശിയുടെ വൈറ്റ് നിങ്ങൾ തന്നെ കാണിക്കുന്നു. ഞാൻ CPM-ൽ തന്നെയാണുള്ളത്, ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്തെ നേതാവും പ്രവർത്തകനുമാണ്. ആ നിലപാട് അദ്ദേഹം ഇന്നും ആവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ നിലപാടിനെ കുറിച്ച് കോൺഗ്രസ്സുകാർക്കും സംശയമില്ല. അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്ന് തന്നെയാണ് ലിജുവും പറയുന്നത്. അപ്പൊ തീർത്തും സാങ്കല്പികമായ ഒരു വിഷയം വെച്ച് ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നതിന്റെ കാര്യം എന്താ? അപ്പൊ അവിടെയാണ് ഞാൻ നേരത്തെ ഒന്നാം റൗണ്ടിന്റെ അവസാന ഭാഗത്ത് സൂചിപ്പിച്ചത്. ഒരു CPM വിരുദ്ധ പ്രതീതി സൃഷ്ടിക്കുക. അവിടെ പിന്നെ യാതൊരു തരത്തിലുമുള്ള അടിസ്ഥാനങ്ങളും ലോജിക്കുമൊന്നും വേണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ രാവിലെ വന്ന വാർത്തയെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു. ശരി, റിപ്പോർട്ടർ കൊടുത്തിട്ടില്ല, എന്നാൽ ശ്രീകുമാർ ചേട്ടൻ തന്നെ പറഞ്ഞു മിക്കവാറും എല്ലാ ചാനലുകളിലും വന്നു എന്നാണ്. അപ്പൊ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് റിപ്പോർട്ടർ ഒഴികെ എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്ത വാർത്ത ശ്രീകുമാർ ചേട്ടൻ കൃത്യമായിട്ട് അതിന്റെ സൂക്ഷ്മത ഉൾപ്പെടെ കണ്ടു. പക്ഷേ ആ വാർത്തയിൽ പരാമർശിച്ച ശ്രീകുമാർ ചേട്ടന്റെ സുഹൃത്തുക്കൾ കൂടിയായ 3 മാധ്യമ പ്രവർത്തകർ നിഷേധിച്ചിറക്കിയത് ശ്രീകുമാർ ചേട്ടൻ കണ്ടിട്ടുമില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, CPM-നെതിരായ ഒരു വിരുദ്ധ വാർത്ത, പക്ഷേ തിരികെ അതിനെതിരായിട്ടുള്ള പ്രസ്താവനകൾ വിശദീകരണം വന്നാൽ ആ പ്രാധാന്യം കിട്ടുന്നില്ല. ഇവിടെ സച്ചിദാനന്ദന്റെ പ്രസ്താവന എല്ലാവരും കോട്ട് ചെയ്തു വളരെ കൃത്യമായിട്ട്. എന്തേ ശ്രീ M മുകുന്ദന്റെ പ്രസ്താവന കോട്ട് ചെയ്യാത്തത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നൊരു പ്രസ്താവന ഇറക്കിയല്ലോ. ഇടതുപക്ഷത്തിന് അനുകൂലമായ ശ്രീ M മുകുന്ദന്റെ പ്രസ്താവന എല്ലാം പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞേട്ടെ ശ്രീ ഞാൻ പറഞ്ഞേട്ടെ. പക്ഷെ നിങ്ങൾ ഇവിടെ കോട്ട് ചെയ്തില്ലല്ലോ. സച്ചിദാനന്ദനെ പേർത്തും കോട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ഭരണം തുടരണം എന്ന പ്രസ്താവന ഇറക്കിയ M മുകുന്ദന്റെ പ്രസ്താവന ആവർത്തിക്കപ്പെടുന്നില്ല? അത് തന്നെയാണ് PK ശശി. എന്തൊരു സോഫ്റ്റ് കോണാണ് ഇന്ന്. നേരത്തെ CPM-ന്റെ നേതാവായിരിക്കുമ്പോൾ കാർക്കോടകൻ എന്തൊരു പ്രതീതി ഉണ്ടാക്കിയത്.
ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കണ്ട നമ്മളാരും മലയാള സിനിമകളിലെ പി കെ ശശിയെ പുകഴ്ത്തിയോ? ജോസ് പ്രകാശിന്റെയും അല്ല, പി കെ ശശിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകൾ കഥാപാത്രങ്ങൾക്ക് അങ്ങ് കണ്ടോ? സമാനമായിട്ടല്ലേ അന്ന് ഉണ്ടാക്കിയെടുക്കാൻ പി വേണ്ടി കെ ശശിയെ ശ്രമിച്ചത്. പുകഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകൾ അങ്ങ് കണ്ടോ? മാധ്യമങ്ങൾ അങ്ങനെ കൊടുത്തോ? ഞാൻ പറഞ്ഞത് ഈ ചർച്ചയിൽ ആളുകൾ എടുത്ത സമീപനം എങ്ങനെയാണ്. നേരത്തെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത കാലത്ത് ശ്രീ എം ലിജുവും ശ്രീകുമാർ ചേട്ടനുമെല്ലാം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ച പ്രതീതി CPM നേതാവായിരിക്കുമ്പോൾ ഇപ്പൊ CPM നിന്ന് മാറുന്നു എന്ന ഒരു പ്രതീതി നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു. അദ്ദേഹം മാറിയിട്ടില്ല. പക്ഷേ അപ്പോഴത്തേക്ക് തന്നെ എത്ര സോഫ്റ്റായി മാറി നിങ്ങൾ. പഴയ TGVയുടെ മുഖം അദ്ദേഹത്തിൽ നിന്ന് മാറ്റുകയല്ലേ, KP ഉമ്മറിന്റെ മുഖം അദ്ദേഹത്തിൽ നിന്ന് മാറ്റുകയല്ലേ. അപ്പൊ ഞാൻ ഇത്ര നേരം ചോദിച്ച ചോദ്യങ്ങൾ എന്താണ്? അങ്ങയോടും ലിജുവിനോടും ചോദിച്ച ചോദ്യങ്ങൾ എന്താണ് ശ്രീ VPP മുസ്തഫ? ഞാൻ ഏത് ആരോപണത്തെ കുറിച്ചാണ് ചോദിച്ചത്? ഞാനതാ പറഞ്ഞു വന്നതും. CPM വിരുദ്ധത സൃഷ്ടിക്കാൻ, ഇടതുപക്ഷ വിരുദ്ധത സൃഷ്ടിക്കാൻ ഇങ്ങനെ വല്ലാതെ വാർത്തകൾ സൃഷ്ടിക്കുകയാണ്, ചർച്ചകൾ സൃഷ്ടിക്കുകയാണ്. അവിടെ മുഴുവൻ വസ്തുതകളും പറയാൻ പോലും നിങ്ങൾ തയ്യാറാകില്ല. സ്മൃതി തന്നെ എടുക്കുന്ന സമീപനം എന്താ? CPM പ്രതിനിധികളുടെ ചർച്ചകൾ എപ്പോഴും തടസ്സപ്പെടുത്തുക, ഇടപെട്ടുകൊണ്ടേയിരിക്കുക. ഇതിപ്പോ സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയാണ് ഈ പറയുന്നത്. നിങ്ങളുടെ മാത്രം പ്രോഗ്രാമിൽ പോലും നിങ്ങൾ എടുക്കുന്ന സമീപനം എന്താണ്? അവിടെ പോലും VD നിങ്ങളുടെ സഹപ്രവർത്തകർ പറഞ്ഞാൽ തന്നെ താങ്കൾ കാണിക്കുന്ന അക്ഷമതയില് ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനത്തിന് പകരം എങ്ങനെയാണ് ഇവിടെ വരുന്നത്? ഗൗരവമായ ചർച്ച നടക്കണം. എന്താ ഐഡന്റിറ്റി പൊളിറ്റിക്സ്? ഇപ്പൊ ഇവിടെ ലിജു ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു. ഐഡന്റിറ്റി പൊളിറ്റിക്സ് വർഗീയതയിലേക്ക് പോകില്ല. എന്താ ഉത്തർപ്രദേശിന്റെ അനുഭവം? ബഹുജൻ സമാജ് പാർട്ടി അത് വന്നത് ഐഡന്റിറ്റി പൊളിറ്റിക്സിലല്ലേ? അന്നിപ്പോ BJPയുടെ കയ്യിലെത്തിയില്ലേ? എന്താ മഹാരാഷ്ട്രയുടെ അനുഭവം? മദ്രാസി ചോർത്തോ എന്ന് പറഞ്ഞിട്ട് മറാഠിയുടെ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ചേർന്നത്. ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഇന്ത്യ രാജ്യത്ത് കടുത്ത അനുഭവമാണ്. നേതാക്കളെ ഭീഷണിപ്പെടുത്തിയും കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയുമൊക്കെ മുന്നണിയിലേക്ക് എടുക്കുന്ന രീതിയാണ് NDAക്കുള്ളത്. നമ്മളത് കണ്ടിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ശരിയായി നടക്കേണ്ട ചർച്ചയ്ക്ക് പകരം നിങ്ങളെല്ലാം ശ്രമിക്കുന്നത് എങ്ങനെയാണ് കടുത്ത ഇടതുപക്ഷ വിരുദ്ധത, കടുത്ത CPM വിരുദ്ധത. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ നിലയിൽ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ കുറിച്ച് ഇവിടെ തുഫൈൽ ഉന്നയിച്ച കാര്യം ദേശീയ രാഷ്ട്രീയത്തിൽ ശരിയായതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ. പക്ഷെ അവിടെ ലിജു പറയുമ്പോൾ തിരിച്ചു പറയാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് KK രമയെ കുറിച്ചും പറഞ്ഞത്. ശ്രീ TP ചന്ദ്രശേഖരൻ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് നിലപാടുകൾ ഒരിക്കലും ഉപേക്ഷിച്ചിരുന്നില്ല. എന്നാൽ RMP എന്ന് പേരിട്ടിട്ടുള്ള റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പേരിട്ടിട്ടുള്ള KK രമ ഇപ്പൊ മാർക്സിസം ലെനിനിസത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതിന്റെ പ്രായോഗികതയിൽ വിശ്വസിക്കുന്നുണ്ടോ? അവരത് ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ? ആ വലത് വ്യതിയാനത്തെ കുറിച്ചിട്ടാണ് തുഫൈൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് കാണണ്ടേ? ഷാഫി പറമ്പിൽ തീവ്ര വളരെ കൃത്യമായിട്ട് ശരിയായ നിലയിൽ ഇടതുപക്ഷത്തെ ഹൈജാക്ക് ചെയ്ത് കോൺഗ്രസ് തന്നെ ഇടതുപക്ഷമാണ്, എന്നാണ്. അതൊക്കെ നല്ല സമീപനം. അപ്പൊ ഇടതുപക്ഷമാണ് ശരി എന്ന നിലയിലേക്ക് ഏതായാലും കോൺഗ്രസ് പ്രതിനിധി കൂടി വരികയാണ്. ഇടതുപക്ഷമാണ് ലോകത്തുണ്ടാകേണ്ടത്, ഇടതുപക്ഷമാണ് നന്മയുടെ പക്ഷം. ആ ഇടതുപക്ഷം ആവർത്തിക്കണം, നന്മയുടെ കാലം ആവർത്തിക്കണം എന്ന് പറയുന്നതിനു പകരം കെട്ടകാലം തിരിച്ചു കൊണ്ടുപോവാ എന്നല്ലല്ലോ പറയേണ്ടത്. അതുകൊണ്ട് നന്മയുടെ കാലം തന്നെ ആവർത്തിക്കണം. ആ നന്മയുടെ കാലം ഇടതുപക്ഷത്തിൻ്റെതാണ് എന്ന് കോൺഗ്രസ് പ്രതിനിധി ഉൾപ്പെടെ ഇവിടെ സമ്മതിക്കുന്ന സ്ഥിതിക്ക് അത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ്. ശ്രമിച്ചാലും ഇടതുപക്ഷത്തിന്റെ പാതയിലൂടെ പോകും. അല്ല, അങ്ങനെ സമ്മതിച്ചോ ലിജു? അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു, പറഞ്ഞോളൂ. അതെ, ഒന്നാമത്തെ കാര്യം ശ്രീ VPP മുസ്തഫ, ഞാൻ പറഞ്ഞ കാര്യം ശരിക്കും അദ്ദേഹത്തിന് മനസ്സിലായിട്ട് സംശയിക്കുകയാണ്. മനസ്സിലായിട്ടും മനസ്സിലാകാത്തത് നടിക്കാത്തതായിരിക്കാം. ഞാൻ പറയട്ടെ. VPP മുസ്തഫ താങ്കളുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ പേര് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആണെങ്കിലും നിങ്ങൾ ലോകത്താകമാനം രാഷ്ട്രമീമാംസയിൽ ഇടത് എന്ന് വിവക്ഷിക്കുന്ന കാര്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. നിങ്ങളെക്കുറിച്ച് പണ്ട് സഖാവ് മുതലാളി എന്ന് MN വിജയൻ പറഞ്ഞ പ്രയോഗമാണ് നിങ്ങളുടെ പാർട്ടിക്ക് യോജിക്കുന്നത്. നിങ്ങൾ സഖാവ് മുതലാളിമാരുടെ പാർട്ടിയാണ്. പിന്നെ TP ചന്ദ്രശേഖരനെ കുറിച്ച് അങ്ങ് ക്രോക്കഡൈൽ ടിയേഴ്സ് മുതലക്കണ്ണീര് മുഴക്കുന്നത് കണ്ടു, ഒലിപ്പിക്കുന്നത് കണ്ടു.
മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സമീപനം വെച്ച് പുലർത്തിയോണ്ടാണോ ടി പി ചന്ദ്രശേഖരനെ നിങ്ങൾ വെട്ടിക്കൊന്നത്? നിങ്ങൾ വെട്ടിക്കൊന്നത്. എന്നിട്ട് കൊടിസുനിക്കും കിർമാണി മനോജിനും നാട്ടിലുള്ള വൃത്തികെട്ട ഗുണ്ടകൾക്കും മാസത്തിൽ തന്നെ 10-12 ദിവസം പരോള് കൊടുത്തോണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണോ? ജയിലിൽ കിടക്കുന്നതിന് വരാ നരാധവന്മാരായ പൊളിറ്റിക്കൽ ക്രിമിനലുകളെ പുറത്തിറക്കി വിട്ടത് ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സമീപനം ടി പി ചന്ദ്രശേഖരൻ വെച്ച് പുലർത്തിയോണ്ടാണോ? ടി പി രമ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ പാർട്ടി ഇടതുപക്ഷ രാഷ്ട്രീയമല്ലൊന്നുമല്ല. അതൊരു വളരെ കൃത്യമായ അങ്ങേയറ്റം വലത് വ്യതിയാനം സംഭവിച്ച റൈറ്റ് വിങ് എന്ന് ലോകത്താകമാനം രാഷ്ട്രമീമാംസയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന സഖാവ് മുതലാളിമാരുടെ പാർട്ടിയാണ് MLJ കോൺഗ്രസിന്റെ അഭിപ്രായം. കുറിച്ചാണ് സംസാരിച്ചത്. ശരി, ശ്രീ ശ്രീകുമാർ ശരി, ശ്രീ ശ്രീകുമാർ അങ്ങ് കൈപൊക്കിയതുകൊണ്ട് അങ്ങിലേക്ക് ആദ്യം. അതായത് അല്ല നമ്മളെ പിന്നെ ഒറ്റ കാര്യം കൂടി, ഞാൻ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോ ശ്രീകുമാർ സാർ ഒരു നിമിഷം പറഞ്ഞോളൂ. ലിജു വേഗം പറഞ്ഞോളൂ. ഞാൻ ഒറ്റ കാര്യം കൂടി, ഞാൻ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു. സ്വത്വ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഡോക്ടർ ഈ BR അംബേദ്കർ പറഞ്ഞ പ്രാതിനിധ്യ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് സ്വത്വ രാഷ്ട്രീയം പറയുന്നതല്ല വർഗീയവാദികളാണെന്നാണ്. നിങ്ങൾ BR അംബേദ്കറെ കുറിച്ച് അങ്ങനെ തന്നെയാ പറഞ്ഞത്. BR അംബേദ്കർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഐഡന്റിറ്റി പൊളിറ്റിക്സ് സ്വത്വ രാഷ്ട്രീയത്തിൽ അതോടൊപ്പം തന്നെ പ്രാതിനിധ്യ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ബോർഷ്വാസിയുടെ ഏജന്റ് വിളിച്ചത് നിങ്ങളായിരുന്നു. നിങ്ങൾ ഇടതുപക്ഷ, നിങ്ങൾ CPM എന്ന് പറയുന്ന പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ BR അംബേദ്കറെ അതിരൂക്ഷ വിമർശിച്ച ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഐഡന്റിറ്റി പൊളിറ്റിക്സ് വർഗീയ രാഷ്ട്രീയത്തിന്റെ വാതിലാണെന്ന് നിങ്ങൾ പറയരുത്. മായാവതി ഉയർത്തിയ എന്തിനാണ് ഇത്രമാത്രം വേളം വെക്കുന്നത്? ഞാൻ അങ്ങ് പറഞ്ഞപ്പോ വേളം വെച്ചില്ലല്ലോ. BSP ഉയർത്തിയ രാഷ്ട്രീയം അവരിനി എത്ര എന്ന് പറഞ്ഞാലും BSP മുന്നോട്ട് കൊണ്ടുവച്ച ഉത്തർപ്രദേശിലെ ആ രാഷ്ട്രീയം, ദളിത് രാഷ്ട്രീയം, അതിന് പ്രസക്തിയുണ്ട്. നിങ്ങൾ എത്ര പറഞ്ഞെന്ന് വരെ നിഷേധിക്കപ്പെടില്ല. നിങ്ങളുടെ പാർട്ടിക്ക് അതാണ് സംഭവിച്ചത്. നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ ചരിത്രത്തിൽ ഇന്ന് വരെ പിന്നോക്ക പ്രാതിനിധ്യം കൊടുത്തിട്ടില്ലാത്ത ഈ രാജ്യത്തെ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും നൃശംസതകളെ ഒരിക്കൽ പോലും അഡ്രസ് ചെയ്തിട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ പറയാൻ സാധിക്കൂ. ഐഡന്റിറ്റി പൊളിറ്റിക്സ് റെപ്രസെന്റ് ചെയ്യുന്ന സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ മാത്രം ഇപ്പോഴും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അത് ഇനിയെങ്കിലും മനസ്സിലാക്കൂ ശ്രീ VPP മുസ്തഫ. അല്ലാതെ പ്രസ്താവനകൾ പറയാതെ. അത് മറ്റു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് പറയൂ, അങ്ങയുടെ പോയിന്റ് പറയൂ. ഞാൻ പറയുന്നത്, ഞാൻ ആകെ എനിക്ക് എൻ്റെ മൂന്ന് കാര്യങ്ങൾ പറയാനാണ്. ഒന്ന്, നമ്മൾ ഈ കാണുന്ന രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങൾ കേവലം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള ചാഞ്ചാട്ടങ്ങളാണ്. അതിലൊരു കൃത്യമായ രാഷ്ട്രീയം പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇത് ഉത്തരേന്ത്യയിൽ കാണുന്ന ആയാറാം ഗയാറാം പോലെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ലോട്ടസ് പോലെ, റിസോർട്ട് രാഷ്ട്രീയം പോലുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, നമുക്ക് മാധ്യമ രംഗത്ത് വർക്ക് അതൊരു അതിവായനയായിട്ട് കാണേണ്ടതില്ല. അതൊരു അതിവായനയായിട്ട് കാണേണ്ടതില്ല. അതൊരു രാഷ്ട്രീയ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ മാധ്യമ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന മീഡിയ എപ്പോഴും ഇവന്റിനെയാണ് കവർ ചെയ്യുന്നത്, അതിന്റെ പ്രോസസ്സ് കവർ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ മാധ്യമ പ്രവർത്തനം എന്നിട്ട് നമ്മൾ ആ പ്രോസസ്സ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഇത്തരം ചാഞ്ചാട്ടങ്ങളെ കുറിച്ച് അല്ല ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കേരളം അതിതീവ്ര സ്വത്ത് രാഷ്ട്രീയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാനൊരു പാർട്ടിയെ മാത്രം സൂചിപ്പിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ശ്രീ M. ലിജു എൻ്റെ വായനകളെ ബാലിശം എന്ന് പറഞ്ഞ് തള്ളിക്കളി? ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയെ പോലും സൂചിപ്പിച്ചിട്ടില്ല. അദ്ദേഹം അംബേദ്കറെ കോട്ടെ, ഞാൻ പറഞ്ഞു ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, you can swim in tradition but don't get drowned in it എന്ന് പറഞ്ഞു. സ്വത്ത് ബോധമാവാം, അംബേദ്കർ പോലെ സ്വത്ത് ബോധമാവാം, പക്ഷെ സ്വത്ത് രാഷ്ട്രീയത്തിൽ മുങ്ങിപ്പോകരുത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഉള്ളത്. ഷാഫി പറമ്പിൽ ഷാഫി അവിടെ വന്നപ്പം അതിതീവ്ര അവിടെ നടന്ന CPM-ലേക്ക് പോകാനുള്ള നിങ്ങളുടെ താല്പര്യത്തിന് ഞാൻ കൂടെ പിടിക്കുമെന്ന് കരുതരുത്. അല്ലല്ല, അത് അപകടകരമായ ശ്രീ ലിജുവിന്റെ പാർട്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു ചോദ്യത്തിന് മറുപടി പറ. പാർട്ടി കോൺഗ്രസിന്റെ പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന്റെ
ചിന്തൻ ബൈഠക്കിൽ സോഷ്യലിസം എന്നൊരു ചൂണ്ടിക്കാണിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്, കോൺഗ്രസ് നേതാവ് കേരളത്തിൽ നിന്നുള്ള. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ഇടത് ക്യാരക്ടർ ഉണ്ട്, ഒരു ക്ലാസ് പൊളിറ്റിക്സ് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ആ ക്ലാസ് ക്യാരക്ടർ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറിപ്പോകുന്നതിന്റെ ആശങ്കയാണ് ശ്രീകുമാർ ചുരുക്കി ഒന്ന് പറയണേ. ശ്രീ ഷാഫി പറമ്പിൽ വന്ന ശേഷം അവിടെ ഉണ്ടായിരുന്ന വലത് വ്യതിയാനം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഒരു മിനിറ്റ് നിർത്തൂ പ്ലീസ്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വന്ന വെറുതെ ബഹളം വെച്ചോണ്ടിരിക്കല്ലേ, ഒരു മിനിറ്റ് നിർത്തൂ പ്ലീസ്. ഡിബേറ്റ് വെക്കാം അങ്ങേക്ക്. ഇപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മിനിറ്റ് നിർത്തൂ നിങ്ങളെ പ്ലീസ്. നോക്കൂ ബാക്കിയുള്ളവരും കൂടെ കേൾക്കും. ശ്രീകുമാർ പറഞ്ഞോളൂ. നോക്കൂ ശ്രീമതി സ്മൃതി, നമ്മൾ ഈ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം എന്ന് വെച്ചാൽ പ്രായോഗിക രാഷ്ട്രീയമാണ്. ആ പ്രായോഗിക രാഷ്ട്രീയത്തിൽ വെറുതെ നമ്മൾ ആദർശ സത്വവും കൃത്യവും ഒന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഏത് പാർട്ടിയിലും ഏത് മുന്നണിയിലാണെങ്കിലും ശരി, അവർക്കൊരു ലക്ഷ്യമുള്ളത് ഭരണത്തെക്കുറിച്ചാണ്. ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണോ ഐക്യ ജനാധിപത്യ മുന്നണിയിലാണോ ദേശീയ തലത്തിൽ ലെഫ്റ്റ് ഫ്രണ്ടിൽ നിൽക്കുന്ന പാർട്ടികളുണ്ടെന്ന് നോക്കുക. RSP ആണെങ്കിലും ഫോർവേഡ് ബ്ലോക്ക് ആണെങ്കിലും CMB ആണെങ്കിലും RMP ആണെങ്കിലും കോൺഗ്രസ് മുന്നണിയിലാണ്. അപ്പുറത്ത് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നുള്ളത് INA-യിലും ദേവഗൌഡയുടെ ജനതാദളും മറ്റു പാർട്ടികളാണ്. അപ്പോൾ അവിടുത്തെ ഇടതുപക്ഷ മുന്നണി എന്നുള്ളത് പ്രായോഗികമായിട്ട് അവരെ ഇടതുപക്ഷ മുന്നണി എന്ന് പറയാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇത് കേരളം ഭരിക്കുന്നത്. അതിൽ തന്നെ CPM പറയുന്നത് CPI എന്ന പ്രസ്ഥാനത്തെ പിരിച്ചുവിട്ട് കൊടിയും മടക്കി പോകണമെന്ന് അവർ ചിന്താവാദിയെ ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയം വരുമ്പോൾ അവിടെ വ്യക്തികളുടെ വരവും പോക്കും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, അത് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ സാറ ടീച്ചർ ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ മത്സരിച്ചു. ടീച്ചർ എന്തുകൊണ്ടാണ് ഇപ്പോൾ UDF അധികാരത്തിൽ വരണം, ദേശീയ തലത്തിൽ രാജീവ് ഗാന്ധി അധികാരത്തിൽ വരണം എന്തുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത്? അത് അവസരവാദമാണോ? അല്ല. കാരണം എന്താണ്? രാഹുൽ ഗാന്ധിയിൽ ഒരു ഇടതുപക്ഷ മുഖം ടീച്ചർ കണ്ടു. ആ ടീച്ചർ പറഞ്ഞതാണ്. ടീച്ചർ ഇപ്പോൾ പറഞ്ഞ എന്താണ്? പിണറായി വിജയൻ്റെ ഭരണം ഇനി തുടരാൻ പാടില്ല. അതിൻ്റെ അർത്ഥം അടുത്ത ചോയ്സ് എന്താണ്? UDF ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ UDF എന്ന് പറയുമ്പോൾ ആ UDF നമ്മൾ വെറുതെ വലിയ ആശയപരമായ വർത്തമാനമൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം എന്ന് വെച്ചാൽ പ്രായോഗിക രാഷ്ട്രീയമാണ്, ഭരണ രാഷ്ട്രീയമാണ്. അതിലൊന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റില്ലെന്ന് മാത്രമല്ല പ്രാതിനിധ്യത്തെക്കുറിച്ച് വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ ചോദിക്കുന്നതിനെ ഒരു വർഗീയമായി കാണുന്നത് അപകടകരമായ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ശ്രീ പി മുസ്തഫ സമയക്കുറവുള്ളതുകൊണ്ടാണ് നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം. എന്തായാലും PK ശശി ഒരു തീരുമാനമെടുത്താൽ ഇരിക്കേണ്ടി വരുമല്ലോ. വളരെ നന്ദി ശ്രീ M. ലിജു, ശ്രീ VP മുസ്തഫ, ശ്രീ N. ശ്രീകുമാർ, PT ഫയൽ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.